വെൽക്കം ടു Entrepreneurial ചേംബർ ഓഫ് കോമേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? തിങ്ക് വൈസ് ഗോ ഗ്ലോബൽ. ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതേ, നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ് ഗ്ലോബലി വളർത്തുന്നതിന് ഒറ്റയ്ക്ക് നമുക്ക് സാധിക്കുമോ എന്ന ആശങ്ക പല കാരണങ്ങൾ കൊണ്ടും നമുക്കുണ്ടാകാം. എന്നാൽ നമ്മൾ ഒന്നിച്ച് കൈകോർത്താലോ കോംപ്ലിമെന്ററി ആയി നമുക്ക് വളരാൻ സാധിക്കില്ലേ? അത് വളരെ നിസ്സാരമാണ്. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ITCC. വൺസ് അഗെയിൻ ഐ വെൽക്കം ഓൾ ദ പാർട്ടിസിപ്പൻസ് ടു ദിസ് വണ്ടർഫുൾ പ്രോഗ്രാം. ഈ ഗോ ഗ്ലോബൽ എന്ന ആ വിഷയം Entrepreneurial ചേംബർ ഓഫ് കോമേഴ്സ് നിങ്ങളിലേക്ക് അത് എത്തിച്ചിരിക്കുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം വിശദമായി ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ITCC എന്ന ഈ ഓർഗനൈസേഷൻ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഏകദേശം 1600ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു ബൃഹത്തായ ഓർഗനൈസേഷനാണ് ITCC. ഇതില് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പം മൊത്തത്തിൽ ഇനിയും കൂടുതൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഗ്ലോബലി നമുക്കുണ്ട്. അത് ഇന്ത്യയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ ഈ അവസരത്തിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു 99% ആൾക്കാർക്കും അദ്ദേഹത്തെ പറ്റി വളരെ നന്നായി അറിയാം എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇന്ത്യസ് കോൺഫിഡന്റ് ഗുരു എന്നറിയപ്പെടുന്ന സന്തോഷ് നായർ, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ വെൽക്കം മിസ്റ്റർ സന്തോഷ് നായർ, ടൈഗർ സന്തോഷ് നായർ, ടു ദിസ് പ്രോഗ്രാം. ഓൾസോ ഐ വെൽക്കം each and every participants of this program for this wonderful Zoom meeting. I welcome everyone. Thank you. Welcome to this program. Ee program inde peru nammal vechirikkunna how to be a result multiplier. How to be a result multiplier. Result multiply cheyyatha aalkare enduvana multiply cheyyunna ഒന്ന് എഴുതാവോ ചാറ്റ് ബോക്സ്? റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കുന്ന ആൾക്കാര് എന്തായിരിക്കും അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? വെൻ യു ഡോണ്ട് ഗെറ്റ് റിസൾട്ട്സ് വാട്ട് ഡു യു ഗിവ്? റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കാത്ത ആൾക്കാര് അവരെന്തായിരിക്കും പറയുന്നത്? വാട്ട് വിൽ ദേ ബി ഡൂയിങ്? ദോസ് ഹു ഡോണ്ട് പ്രൊഡ്യൂസ് റിസൾട്ട്സ്, വാട്ട് ദേ വിൽ പ്രൊഡ്യൂസ്? ഓക്കെ, ദേ വിൽ പ്രൊഡ്യൂസ് ഹാപ്പിനെസ്. ബുൾഷിറ്റ്. ഓക്കെ, ദേ വിൽ പ്രൊഡ്യൂസ് ലോസ്. ഓക്കെ, yeah. Dhanya is very close by. She says they will produce, excuses. Nyam parayna, okay, you can keep on going on. Ark result produce cheyan okkathilla. Avar endu varikkum parayna. Ella time they will keep on giving what? They will keep on giving what? Okay, market problem is one thing, another thing. Okay, what will they give? Those who don't produce results, they will give explanation. Angane jobi paraynu. Okay, they will absolutely right. CBKC is absolutely right. They will give reasons. Result produce ചെയ്യാതിരിക്കുന്ന ആൾക്കാർ എല്ലാ ടൈം റീസൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാറേ അത് എനിക്ക് ആൾക്കാർ കിട്ടില്ല, എൻ്റെ ആള് വിട്ടുപോയി, അത് GSTയുടെ പ്രോബ്ലം ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു, എന്തെങ്കിലുമൊക്കെ റീസൺ പറയും. റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കാത്ത ആൾക്കാർ they will give some kind of bullshit statement. And you are absolutely right. And therefore, my dear friends, welcome to this program. Ee program in the pair, how to be a result multiplier. Indo-Trans-World Chamber of Commerce organized ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ടൈഗർ സന്തോഷ് നായരാണ്. താങ്ക് യു വെരി മച്ച് അശോക് CP from Bio CP for introducing me. And we go ahead with the program. And നമ്മൾ എങ്ങനെയാണ് ഈ വേൾഡിനെ കേരളത്തിൽ കൊണ്ടുവരേണ്ടത്? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ചർച്ച. How to be a result multiplier and how do you bring the world to Kerala? And that is the most important problem.
But അതിനേക്കാളും മുമ്പിൽ I want to know what are your challenges. എല്ലാരും എളുപ്പം in the chat box പറയണം what is your challenge, what is your challenge. Okay, Raj Lakshmi is saying that we are confident but no fund to start the education business. Ibada Raj Lakshmi parayunu, I have an education this thing. My challenge, Varghese is saying, in the challenge marketing aanu. In the challenge marketing aanu. Oralu parayunu in the challenge fund aanu. And attitude of employees, no contacts, marketing habit is not updated. My challenge is closing. Oralu parayunu closing on our challenge, facing financial issues, need to increase the self-esteem, money is a problem, getting customers, market condition, sales, competent employees, fund, my challenge is purchasing, money, how to establish my organization in the സ്ഥാപനം എങ്ങനെയാണ് organize ചെയ്യുന്നത്. Okay, you can't hear me. എന്റെ ശബ്ദം കേൾക്കാവോ? ഇപ്പം ഒരു thumbs up തന്നാ മതി. Thumbs up. Yeah, okay, fine. So what are your challenge? What are your challenges? Scaling up is a challenge. Need to develop international connections, and I'm doing international logistics. Anil Kumar parayunnu enku international logistics aanu, appo enku international connection cheyanam, adana ende problem. Oralu vera parayunnu economic problem, oralu vera parayunnu competition is my problem. അങ്ങനെ പല ആൾക്കാർക്കും പല പ്രോബ്ലംസ് ആണ്, പല ചാലഞ്ച്. ടീം ബിൽഡിംഗ് ഒരാൾ പറയുന്നു, ടീം വിട്ടുപോകുന്ന ഒരാൾ പറയുന്നു, ഗവൺമെന്റിന്റെ ഇഷ്യൂ ആണ് വേറെ ഒരാൾ പറയുന്നു, എക്കണോമിക് പ്രോബ്ലം വേറെ ഒരാൾ പറയുന്നു, ആൻഡ് സെയിൽസിന്റെ ഒരാൾ പറയുന്നു, മാർക്കറ്റിംഗ് ഇസ് എ പ്രോബ്ലം, കമ്പയറിംഗ് വിത്ത് ഡിക്ലൈനിങ് ബിസിനസ് ഇസ് എ പ്രോബ്ലം, marketing and right contact, I have no idea about a profitable business and things like that. Thank you very much, my dear friends. ഒരാൾ പറയുന്നു എവിടുന്ന് തുടങ്ങണം, ആദ്യം ഷർട്ട് ഇടണോ, ആദ്യം പാന്റ് ഇടണോ, ആദ്യം ചഡ്ഡി ഇടണോ, അതോ എന്ത് ചെയ്യണം എന്നൊരു പിടി, എവിടുന്ന് തുടങ്ങണം. Okay, doesn't matter, my dear friends. Competition is a problem. Lack of consistency. ഒരാൾ പറയുന്നു ഞാൻ കൺസിസ്റ്റന്റ് അല്ല, my mindset is a problem. അങ്ങനെ പല ആൾക്കാരും പല പ്രോബ്ലംസും ആണ് പറയുന്നത്. ഓക്കെ, നൗ എന്റെ കൂടെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ആൻഡ് therefore probably ഞാൻ നിങ്ങളോട് ഈ ചാലഞ്ചസ് ചോദിച്ച തന്നെ ഈ ചാലഞ്ച് നമ്മൾ എല്ലാവർക്കും ഉണ്ട്. And I'm going to invite a person out here for speaking to us for few minutes. എന്റെ കൂടെ ഇവിടെ ഒരാളുണ്ട്, അയാളെ ഞാൻ ഇവിടെ വേദിയിലോട്ട് ക്ഷണിക്കാൻ പോവാണ്. And I know he is the son of ഞാൻ അവിടെ കേരളത്തിൽ ഞങ്ങളുടെ ഒരു ഗുരുകുൽ എന്ന് പറഞ്ഞ Entrepreneurial ഗുരുകുൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം അശോക് കുമാർ ഒക്കെ ചെയ്ത പ്രോഗ്രാം ആണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു കസ്റ്റമർ ആയിരുന്നു ഡോക്ടർ രാമനാഥൻ. ഡോക്ടർ രാമനാഥൻ runs a Ayurvedic institute and it is known as Sitaram. തൃശ്ശൂരിലാണ് അവരുടെ ബേസ്. അപ്പം അവരായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ രാമനാഥൻ എന്റെ കൂടെ എല്ലാ ടൈം ഇരുന്ന് സംസാരിക്കും. ക്ലാസ്സിൽ വരുമ്പം ഓരോ കാര്യങ്ങളും ഓരോ ചാലഞ്ചും ഡിസ്കസ് ചെയ്യും. ചിലപ്പം ആൾക്കാരുടെ ചാലഞ്ചസ് ഡിസ്കസ് ചെയ്യും, ചിലപ്പം സ്റ്റാഫിന്റെ ചാലഞ്ച് ഡിസ്കസ് ചെയ്യും. ബിക്കോസ് ഈ സ്ഥാപനം ഈസ് 94 years old. 94 years old in the Sthabanarnu. When I met them about 7-8 years ago, the Sthabanam was 94 years old and the turnover was very, very limited. And therefore, I would ask Mr. Ramanathan, Dr. Ramanathan, pala questions. Ramanathan sir ഭയങ്കര ബിസി ആയിരുന്നു. ചിലപ്പോൾ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റും ചിലപ്പോൾ വേറൊരു ക്ലബിന്റെ പ്രസിഡന്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ലയൺസ് ക്ലബും ഈ ക്ലബും എല്ലാം സാറിന് വിടണം, and you have to build your business. അങ്ങനെയാണ് ഞാൻ സാറിനോട് സംസാരിച്ചതും. അത് കഴിഞ്ഞിട്ട് സാർ എന്നോട് പറഞ്ഞു എന്റെ ഒരു മോനുണ്ട്, and we
we don't align ourselves. ഞങ്ങളുടെ ഒരു അലൈൻമെന്റ് ഇല്ലല്ലോ സാറ്, എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ പറഞ്ഞു സാറിന്റെ മോനും സാറും കൂടെ എന്നെ വന്നൊന്ന് കാണണം. അങ്ങനെ രണ്ടുപേരും വരുന്നു, ഞങ്ങൾ കാണുന്നു. മോനും ആന്ത്രപ്രനർ ഗുരുകുൽ എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ, നമ്മുടെ 4 ലക്ഷം രൂപയുടെ പ്രോഗ്രാമിൽ മോനും ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെച്ചടി they kept on growing the whole thing. So I want to call here Dr. Vignesh Devraj, who is the son of Dr. Ramanathan. And over to you, Vignesh. Would you like to share something with the participants out here? Dr. Vignesh, over to you. Thank you, Santosh sir, for inviting me. I hope I'm audible. Yes, you are. And my feedback about what happened during Gurukul, before coming from a Ayurvedic doctor background, nobody teaches us how to be an entrepreneur. Nobody teaches how to run an organization. You're just learning from here and say, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഒരു ക്ലിയർ കട്ട് സ്ട്രാറ്റജി, ക്ലിയർ കട്ട് ഫോർമുല ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. But since when you're coming onto the top, every move you make, if it is right, you make profits. If it is wrong, it's going to cost you heavily. So everywhere you are thinking, what is the next step I have to do? What is the next step I have to do? But coming to Entrepreneur Gurukul, it gave a foundation what it means to be a leader. And it gave you the research analysis of many other companies. So sir, even though sir taught us a lot, but there was another thing, when you are at the top, especially of an organization, you are quite lonely there. The employees need not come and be a good friend to you. And you have to think all by yourself. But when you're meeting many other like-minded people, you get a lot of ideas, you inspire with them. That's when I realized it's very important to network with other entrepreneurs to see that what are their challenges. And being in that environment and then listening to Santosh sir, one day he taught me about distinct forte. And that was a very enlightening session for me. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയും ചിലപ്പോൾ ഒതുക്കി വെക്കാൻ നോക്കും. പക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് മേക്സ് യു ക്ലിക്ക് ആൻഡ് ഫോക്കസ് മോർ ഓൺ ദാറ്റ് ആൻഡ് ഹൗ യു ക്യാൻ റിക്രൂട്ട് ആൻഡ് ഡെലിഗേറ്റ് ദിസ് ടു അതേഴ്സ്. ഈ ഡെലിഗേഷൻ എൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ് ആയിരുന്നു, എസ്പെഷ്യലി കമ്മിങ് ഫ്രം എ ഡോക്ടർ ബാക്ക്ഗ്രൗണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു പിടിവാശിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ യു ഹാവ് ടു ഡെലിഗേറ്റ്, ഓൺലി ദെൻ യു ക്യാൻ ഗ്രോ, അതർവൈസ് യു ആർ ഓൾ ബൈ യുവർ സെൽഫ്. ആ ടീം ബിൽഡിംഗ് എന്താണ്, ഹൗ ടു ബ്രിങ് ദാറ്റ് കൾച്ചർ. ആൻഡ് ദെൻ ഹി യൂസ് ടു ഗിവ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഓഫ് അതർ കമ്പനീസ്. And then when I look back how it changed, actually I did this Entrepreneurial Gurukul in 2015. At that time we started a Ayurvedic retreat in Thrissur, and Thrissur is not known for retreats. And at that time we had like 8 rooms. And that was the time when I started, I went for this Gurukul. That actually saved me a lot of mistakes and a lot of money that I could lose by making the wrong decisions. About what it means to market. One of the most important lessons that I learned is the why behind your business and the vision behind your business. Why is it so important? പല ആൾക്കാരും എന്തിനാ ബിസിനസ് ചെയ്യണം? Maybe we want to make profit. Maybe we want to make the expenses meet. ഇതിൽ കൂടുതൽ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ വൈ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വളരെ നന്നായി അത് ഉത്സാഹിച്ച് ചെയ്യുമ്പോൾ, at the same time your team also living and believing your why, it makes such a big difference in the culture of the organization. And once you create that culture, then we want to make it a place where good people want to come and work and bad people cannot survive there. About how to bring in that culture, what makes a good leader, what is the importance with HR department. Pinna oru sir oru ദിവസം നമുക്കൊരു ഗോൾ മാപ്പ്, എങ്ങനെ നമ്മൾ ഒരു ഗോൾ മാപ്പ് ഉണ്ടാക്കണം എന്ന് അത് ഒരു സെഷൻ മാത്രമായിരുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫോളോ അപ്സ് ഉണ്ടായിരുന്നു. Actually, this accountability was something that was key to the program, because every time you come and listen, maybe വെള്ളത്തിൽ വരച്ച വര പോലെ ആവാം, but when you go back, there will be someone calling you up. Did you do that? What is the status behind that? So that made you, and then there's also a group. So you are also in a like-minded people. Let's do this. Our teamwork, and you don't feel alone. You feel in a part of a organization in that Entrepreneurial Gurukul. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, യുവർ വൈ ഉണ്ട്, യുവർ ഡിസ്റ്റിങ് ഫോർട്ടേ ഉണ്ട്, ഹൗ ടു മേക്ക് എ സെയിൽസ് എങ്ങനെ വേണം ചെയ്യാൻ, പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചില സ്ഥാപനങ്ങളിൽ എനിക്കിത് ആ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ചില സ്ഥാപനത്തിൽ സാറിന്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. നമ്മൾ ചില സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്താൽ മതി എന്ന് പറയും.
പക്ഷെ സാറ് പറയും ചില സ്ഥാപനത്തിൽ നിങ്ങളൊന്ന് ബാത്റൂമിന്റെ അകത്ത് പോയാൽ മതി, ഇവിടെ അഡ്വാൻസ് കൊടുക്കാണ്ട് നമുക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. സോ വാട്ട് മേക്സ് ദിസ് ഓർഗനൈസേഷൻ ഡിഫറെന്റ്? എങ്ങനെയാണ് നമുക്ക് അഡ്വാൻസ് കൊടുത്തത്? അപ്പൊ ദിസ് വാസ് വൺ അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തപ്പോൾ ഇപ്പൊ നമുക്കിവിടെ അഡ്വാൻസ് തരാണ്ട് നമുക്കൊരു ബുക്കിംഗ് എടുക്കാൻ പറ്റത്തില്ല. ഒരു ട്രീറ്റ്മെന്റ് വരുമ്പോൾ അഡ്വാൻസ് കിട്ടാണ്ട് നമ്മൾ ബുക്കിംഗ് തന്നെ കൺഫേം ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് വി ആർ സോൾഡ് ഔട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 6 months ahead. സോ ഐ വാസ് ഇന്റഗ്രേറ്റിംഗ്. സാറ് പറഞ്ഞ ഓരോ സ്റ്റെപ്സും പയ്യെ ഇറ്റ് മേ ബി ഇറ്റ് മൈ ടേക്ക് 2 years ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് ഗുരുകുൽ ഡിഡ്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നും ഇതെല്ലാം നമുക്ക് പ്രാബല്യമോ, ഇത് കേരളത്തിൽ ഇതെല്ലാം നടക്കുമോ? തീർച്ചയായിട്ടും നമ്മളെല്ലാം മനുഷ്യരാണ്. ഇവർ ദുബായ് പോയി കഴിഞ്ഞാൽ ഭയങ്കര വർക്കഹോളിക് ആണ്, പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോൾ ആരും വർക്കഹോളിക് അല്ല, എല്ലാവരും ഒരു പൊടി പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഈ കൾച്ചർ മാറ്റി ദുബായിൽ പോയാൽ വർക്ക് ചെയ്യുന്ന ആൾ നമ്മുടെ സ്ഥാപനത്തിലും എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും? അപ്പൊ ഹി വാസ് ഗിവിംഗ് മീ വാട്ട് മേക്സ് ദാറ്റ് കൾച്ചർ ഗുഡ് ഓഫ് എ കമ്പനി. അപ്പൊ അതിന് ഓരോ എക്സാമ്പിൾസും പറയും. പിന്നെ ഈ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ലീഡേഴ്സ് അവരെങ്ങനെയാണ് ചിന്തിക്കാറ്, അവരെന്ത് പ്രശ്നങ്ങളാണ് ചിന്തിക്കാറ്. അപ്പൊ അതുപോലെ നമുക്ക് എങ്ങനെ ആവാം? ഇതൊരു മൈൻഡ് സെറ്റ് ഓഫ് എ എന്റർപ്രണർ എങ്ങനെ വേണം. ഈ മൈൻഡ് സെറ്റ് ശരിയാവാണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ് വിൽ ബി എ റാറ്റ് റേസ് ദാറ്റ് വി ആർ റണ്ണിങ്. സോ ഫോർ മീ ഇൻ മൈ എക്സ്പീരിയൻസ് ദിസ് മൈൻഡ് സെറ്റ് വാസ് ദ ന്യൂ മൈൻഡ് സെറ്റ്. എനിക്ക് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയൊരു വിക്ടറി ഫ്രം ദിസ് ഓണ്ടർപ്രണർ ഗുരുകുൽ. ആൻഡ് സം ഓഫ് ദ ചാലഞ്ചസ്, ആദ്യം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ 4 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ വാസ് വെരി മച്ച് റെസിസ്റ്റന്റ്. ഈ 4 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ബട്ട് സ്റ്റിൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം 4 lakhs വാസ് എ ലോട്ട് ഓഫ് മണി. ബട്ട് നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഫോർ ദ ബെനിഫിറ്റ്സ് വിത്ത് ദ ഐഡിയാസ് ആൻഡ് സ്ട്രാറ്റജീസ് അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കിട്ടിയതുകൊണ്ട് ഇറ്റ് ഇസ് ആക്ച്വലി പീനട്സ്. And when I say peanuts, it literally is nothing compared to what was the benefits I got. പണ്ടൊക്കെ ഒരു ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാം, വേറെ ഒരാളെ എന്തിനാ ഹയർ ചെയ്യണത്? ബട്ട് ഹാവ് യുവർ പീസ് ഓഫ് മൈൻഡ്. വേറൊരാളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, ആ പറ്റിയ ആളെ കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണം ചെയ്യാൻ, അതിന് പറ്റിയ ഒരു സീക്വൻസ് എന്തൊക്കെ വേണം, ഇതെല്ലാം വെച്ചതിന് ശേഷം ഓൺ വൺ ഹാൻഡ് യു ആർ ഗെറ്റിംഗ് പീസ് ഓഫ് മൈൻഡ്. ആൻഡ് ബീങ് എൻ എന്റർപ്രണർ നമ്മൾ എപ്പോഴും വിചാരിക്കും ഞാൻ തന്നെ പോയി എല്ലാം ചെയ്യണം. ആൻഡ് എന്റർപ്രണേഴ്സ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു ടേക്ക് ടൈം ഓഫ്. Entrepreneur also have a right to do many things. See, one of the session he talks about the rights of entrepreneurs. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എന്റർപ്രണറുടെ അവകാശം? നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊന്നും നമ്മുടെ ഭാഗത്തിലേ ഉള്ളതല്ല. പക്ഷെ ഇതെല്ലാം വേറെ ഒരു നല്ലൊരു മെന്ററിന്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം വേറൊരു രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ ചിന്താഗതി ഒരു എന്റർപ്രണറുടെ ഏറ്റവും വലിയൊരു സ്വത്താണ്. ഇത് നമ്മൾ എപ്പോഴും കയ്യിൽ വെച്ചാലേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. ആൻഡ് ദെൻ ടു ബ്രിങ് ഇൻ എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എങ്ങനെ നമുക്ക് വളരണം, ഏത് രീതിയിൽ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. ഈ കോവിഡ് വാസ് എ വെരി ബിഗ് പ്രോബ്ലം ഫോർ us. ബട്ട് ദെൻ ഐ ഡിഡ് എ മെന്ററിംഗ് സെഷൻ വിത്ത് ഹിം ആൻഡ് ഹി വാസ് ടെല്ലിംഗ് ഇതുപോലത്തെ സമയത്താണ് എല്ലാ വലിയ വലിയ സ്ഥാപനങ്ങളും വേറെ ഇന്നോവേഷൻ കൊണ്ടുവരിക. ആൻഡ് ദെൻ വി റിയലൈസ് വാട്ട് ഡിജിറ്റൽ marketing, digital products can do for us. And then we brought in a lot of coaching through online for Ayurveda, including countries where there are people who cannot come to India because the borders were closed. And then we brought in a lot of courses where they want to integrate Ayurveda. And what we got was the world is unlimited and we do have a lot of potential. And this mindset change is what I got. And coming from Kerala, നമുക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണ്, ഹർത്താലുണ്ട്, ആൾക്കാർ ഇവിടെ മടി പിടിക്കും. പക്ഷെ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ നാട്ടിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. പക്ഷെ ഇതെല്ലാം മാറ്റി നമുക്ക് എങ്ങനെ ഒന്ന് ഒരുമിച്ച് നമുക്ക് വളരാൻ പറ്റും. ആൻഡ് ഇഫ് എ സ്റ്റേറ്റ് ഹാസ് ടു ഗ്രോ, only it can grow only when the entrepreneurs grow and think beyond what is possible. And if you take a big country that we find it very successful, it is because the entrepreneurs in that country was very good. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ഉദാഹരണങ്ങൾ സാർ പറയുമ്പോൾ we started thinking that it is not about competition, it's also about collaboration. It's about, maybe you don't have the right skill set to do what you want, but being an entrepreneur, it's about team building, it's about having the right way of dealing with the emotions of your employees, how to understand the end product, what a customer will want. ഇതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ ഇന്നോവേഷൻസ് കൊണ്ടുവരണം, ഫീഡ്ബാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം. പിന്നെ ചില കസ്റ്റമേഴ്സിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വരും, ചില കസ്റ്റമേഴ്സ് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും. ഇത് since I am talking from my heart, I'm just telling you what I learned, and I did this course in 2015. Now when I look back 2015 and today, it's a world of difference that has happened. And also the relationship with, as it's a family oriented business, how we have to take it forward.
ഒരു 94 years ആകുമ്പോഴാണ് we joined the Gurukul, and when we are 100 years, the world of difference has happened. We are a much more structured organization. Hierarchy is very good. The culture is very good. So ഇത് ഒരു 4 ലക്ഷം രൂപ കൊടുത്ത് കിട്ടുകയാണെങ്കിൽ it's worth gold. So I would highly recommend, if you are an entrepreneur, always invest in learning. ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വത്താണ്. കാരണം വേറെ ആരും നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞു തരാനില്ല. ഇത് നമ്മളായിട്ട് പഠിച്ച്, and then we find solutions, and when we meet other entrepreneurs, a lot of ideas will come to us. It will also give you a lot of motivation to move forward. Sir, I think this is the main key that I want to tell. Would you also tell us as to how you went all over the world? എങ്ങനെയാണ് ഡോക്ടർ വിഘ്നേഷ് all over the world പോയി ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ആൾക്കാരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് അതൊരു 2 മിനിറ്റ് സംസാരിച്ച് പിന്നെ ഞാൻ മുമ്പിലോട്ട് പോവാം. Sir, I think I integrated a lot of the points that you told us in the sales. ഒരു സെയിൽസിന് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് സർ ഒരു 5-6 പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, but I didn't have time to go through all the books. But attending that 1-day session of a sales multiplier, that was a eye-opening for me. So with that, when people would come to my place and they would listen to it, they would say, we would like to invite you to talk about Ayurveda, and we see there is a lot of benefit. So then it started multiplying, and word of mouth came, and then they would invite, and we would go to many places and say, come to Kerala, what is the benefit of Kerala? Coming to Kerala, what all changes you will get? And ഇവിടെ എല്ലാം ആ സെയിൽസ് മൾട്ടിപ്ലയറിൽ പഠിച്ച കുറേ formulas, I would say formula, because it's a formula, how you get it there. ഇത് വെച്ച്, and how to understand the pain point of your customer and to make them realize how you can benefit from this product. ഇത് വെച്ചിട്ടാണ് this really helped us to promote Kerala, and how people came all the way to Kerala. And we have ഒരു booking is above 90%, and 80% are above not non-Indians, majority coming from German speaking countries, and including America. Other than German speaking countries, we have guests from America, Japan, Australia, and the network is still wide. And now we are losing guests because we don't have enough rooms. Now that is the status that we are having. Now we are thinking of consulting, and we are coming up with scaling up by giving franchisee model for other places so they can replicate what we are doing, and that is how we are scaling up right now. Wonderful, Dr. Vignesh. Thank you very much. അപ്പൊ വിഘ്നേഷിന്റെ ത്രൂ നമ്മൾ നോക്കുമ്പോൾ വിഘ്നേഷ് പറഞ്ഞു എല്ലാരെയും അലൈൻ ചെയ്യാൻ ഒരു വിഷൻ ഉണ്ടാക്കി, എല്ലാരും മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി. അവനോന്റെ ഡിസ്റ്റിങ് ഫോർട്ടെ, വാട്ട് ഈസ് ദാറ്റ് യു ലവ് ടു ഡു. നമ്മൾ എല്ലാ ജോലിയും ചെയ്യരുത്, നമുക്ക് ഇഷ്ടമുള്ള ജോലി മാത്രമേ ചെയ്യാവൂ. ബാക്കി എല്ലാത്തിലും നമ്മൾ എവിടെയൊക്കെ വീക്കാണ് അവിടെയൊക്കെ ആൾക്കാരെ വെക്കണം. പിന്നെ all over the world വിഘ്നേഷ് പോയി ടോക്ക് കൊടുക്കാൻ തുടങ്ങി. ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിലും ഇറ്റലിയിലും ഫ്രാൻസിലും അമേരിക്കയിലും എല്ലായിടത്തും പോയി. and that is how you bring the world to Kerala. വേൾഡിനെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വേൾഡിൽ പോയി സംസാരിക്കും. നമുക്ക് അവിടെ പോയി ബിസിനസ് ഇടണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാലും നമുക്കൊരു ജർമ്മനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അവിടെ പോയി നമ്മുടെ ഇവിടെ വന്ന കസ്റ്റമറുടെ റെഫറൻസ് മേടിച്ച് അവിടെ പോയി 10-50 ആൾക്കാരോട് സംസാരിച്ച് ആയുർവേദം എന്തുവാണ്, ഇവിടെ വന്നാൽ എന്തൊക്കെ ലാഭങ്ങൾ കിട്ടും, എങ്ങനെയാണ് ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസിനെ പറ്റി ഒരു ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് നമ്മളും പുറത്തോട്ട് പോയി സംസാരിക്കുമ്പോഴാണ് വേൾഡ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ടു കേരള. And that is how. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഒരു വിഷൻ വേണം, അതിന് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ആൾക്കാർ വേണം, അത് ചെയ്യണമെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് വേണം. And those are all the very, very important things that Dr. Vignesh പറഞ്ഞു. Thank you very much, Doctor. I know that you have to go to Azerbaijan. Dr. Azerbaijan പോണം. And therefore, thank you very much for investing your valuable time with me. Thank you, sir. And I will catch up with you soon. Thank you. So you may hang around or you may leave whenever you are comfortable, and how much also time you want to invest. It's up to you. Thank you very much, my dear Dr. Vignesh. Thank you, sir. My dear friends, അപ്പൊ ഇപ്പം ഡോക്ടർ വിഘ്നേഷിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കേട്ടു സീതാറാം ആയുർവേദത്തിന് ഒരു ഇന്റർനാഷണൽ റിസോർട്ട് ആക്കി എങ്ങനെ മാറ്റി. and that is what is very important. അപ്പൊ ഞാൻ എല്ലാ ടൈം എന്നോട് തന്നെ ചോദിക്കും, who is a result multiplier? Who is the result multiplier? Can you tell me who is the result multiplier? The subject is
who is a result multiplier, how do you become a result multiplier, and how do you bring the world to Kerala? Adhan innate subject. And therefore, who is a result multiplier? ആരെങ്കിലും അവിടെ ചാറ്റ് ബോക്സിൽ എഴുതി പറയണം ഒരു റിസൾട്ട് മൾട്ടിപ്ലയർ ആരാണ് ഒരു റിസൾട്ട് മൾട്ടിപ്ലയർ ആരാണ് ഇപ്പം ഡോക്ടർ വിഘ്നേഷിനെ കേട്ടു അപ്പൊ ഇയാൾ ഒരു റിസൾട്ട് മൾട്ടിപ്ലയർ ആണ് he is the result multiplier. He went all over the world to speak and got who is the result multiplier? ഒരാള് with a right kind of mindset is a result multiplier. Who can present things well. അങ്ങനെ രാജേഷ് ചന്ദ്ര പറയുന്നു ഒരു ചന്ദ്രൻ പറയുന്നു നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളെ പറ്റി തന്നെ നമുക്ക് പറയാൻ നോക്കുവാണെങ്കിൽ he is a result multiplier. If we are serious about growing, then we are a result. If we have the right mindset, one who plans and executes a plan. ഒരാൾ പ്ലാൻ ഉണ്ടാക്കുന്നു ആ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് റിസൾട്ട് മൾട്ടിപ്ലയർ ഒരു ഗോൾ ഓറിയന്റഡ് ആളാണ് റിസൾട്ട് മൾട്ടിപ്ലയർ somebody who spreads the business globally അങ്ങനെ ഒരാളാണ് റിസൾട്ട് മൾട്ടിപ്ലയർ ഒരു നല്ല മൈൻഡ് സെറ്റ് ഉള്ള ആള് റിസൾട്ട് മൾട്ടിപ്ലയർ മിനിമം എഫേർട്സിൽ മാക്സിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് റിസൾട്ട് മൾട്ടിപ്ലയർ somebody who is not nervous, somebody who has an influence on other people, one who multiplies results exponentially, the kind of Lulu group, one who is courageous to implement, one who has got the courage, one who is growing year on year, one who has got a dream, somebody, who is result oriented and customer friendly businessman. ഒരാൾ ഇന്നോവേറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസിനെ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾ ഒരു റിസൾട്ട് മൾട്ടിപ്ലയർ ആണ്. The person who has got goals and plans, oral with the goals and plans, I am a result multiplier. Result oriented person, one who takes resources from a lower level to a higher level. Angane, PG Academy and Namada Rahman Parayno. One who clearly understands what is lacking in the business. Yella Kundom Ninga Karya Lupine, evident in our Samam West chain. Angaboy Chaidamat yellow. One who is passionate. Yellantinga Karya, one who is passionate. One who starts from the basics, one who focuses on results and who executes the strategy. Ellam ningalku ariyam. Appo Zoom in irangi onnu thodangikka ningalukku. Why don't you just go and start? Appo Vandana parayunu how to implement we do not know. Njanakku ingane bayangara ideas okke undu. Bayangara sambhavam njangalokke ഞങ്ങളുടെ ഐഡിയാസ് ഒത്തിരി ഉണ്ട്. വാചവും ഞങ്ങൾ അടിക്കും. നമ്മള് കേരളക്കാരനല്ല, ഭയങ്കര വാചെടുക്കും. കത്തി ഇങ്ങനെ വിട്ടോണ്ടിരിക്കും നമ്മള്. അവ കത്തിച്ച് നമ്മൾ വിടും. എന്നാലും ഹൗ ടു ഇംപ്ലിമെന്റ് വി ഡു നോട്ട് നോ. And that is, who can improve the skills and updates, okay? Fine, my dear friends. നിങ്ങൾ എല്ലാവരും ശരിയായിട്ട് പറഞ്ഞു. And that is the most important aspect. Who is a result multiplier? Appa result multiplier ആരാണ് നിങ്ങൾ പറഞ്ഞു. ഒരാൾ റിസൾട്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ അയാൾ എന്തുമായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതും നിങ്ങൾ കുറച്ചു നേരം പറഞ്ഞു. That person who doesn't produce, what do people who don't produce results do? Result produce ചെയ്യാതിരിക്കുന്ന ആൾക്കാർ റീസൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ റീസൺ പറയും. എനിക്ക് ആൾക്കാർ കിട്ടിയില്ല, എൻ്റെ ആള് വിട്ടുപോയി, ഞങ്ങളുടെ അവിടെ ആൾക്കാർ എപ്പം നോക്കിയാലും ജോലി ചെയ്യാതെ ടൈം വേസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ പല റീസൺസും നമ്മൾ പറയും. എന്നാലും how many of you would like to be a result multiplier? Just say I. If you say I in the chat box, how many of you would like to be a result multiplier? Just say I. നിങ്ങൾക്ക് ഒരു റിസൾട്ട് മൾട്ടിപ്ലയർ ആവണമെങ്കിൽ I എന്ന് പറയണം. Okay, everybody is saying, I want to be a result multiplier. Wonderful, my dear friends. Thank you very much. Appa, nammal ee program endinana, organize cheythu. Ende oru arivu vechu nokkumba, most people think, oodlayittum aalkkarku oru chintha undu that there is only one single economy in the world. ഇന്ന് വരെ ഞാൻ എൻ്റെ 38 കൊല്ലത്തെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പല വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനീസിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ കണ്ടിരിക്കുന്ന
എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഈ വേൾഡിൽ ഒരു എക്കണോമി മാത്രമേ ഉള്ളെന്ന്. That but actually ഈ വേൾഡിൽ രണ്ട് എക്കണോമി ആണ് ഉള്ളത്. Actually ഈ വേൾഡിൽ രണ്ട് എക്കണോമി ആണ് ഉള്ളത്. One is known as the time and effort economy and the other is known as the result economy. ഈ വേൾഡിൽ my dear friends രണ്ട് എക്കണോമി ആണ് ഉള്ളത്. നിങ്ങൾ ഏതിലാണ് നിങ്ങൾക്കിപ്പം കുറച്ച് സമയത്തിൽ മനസ്സിലാവും. ഈ വേൾഡിൽ രണ്ട് ടൈപ്പിലെ എക്കണോമി ആണുള്ളത്. ഒരെണ്ണം ടൈം ആൻഡ് എഫേർട്ട്. ഒരാൾ ടൈം ഇടുന്നു, എഫേർട്ട് ഇടുന്നു, ഒത്തിരി ടൈം ഇടുന്നു, ഒത്തിരി എഫേർട്ട് ഇടുന്നു, ഒത്തിരി പ്രയാസപ്പെട്ട് അയാൾ ജോലി ചെയ്യുന്നു. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി. രണ്ടാമത്തെ എക്കണോമി എന്ന് പറഞ്ഞാൽ റിസൾട്ട് എക്കണോമി. രണ്ട് എക്കണോമിയാണ് ഈ വേൾഡിലുള്ള. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി. ടൈം ഇടുന്നു, എഫേർട്ട് ഇടുന്നു, ഒത്തിരി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ദാറ്റ്സ് നോൺ ആസ് ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി. ആൻഡ് ദ സെക്കൻഡ് എക്കണോമി ഈസ് നോൺ ആസ് ദ റിസൾട്ട് എക്കണോമി. ഈ രണ്ട് എക്കണോമിയിലെ ഡിഫറൻസ് എന്തുവാണ് അത് നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് എളുപ്പമായിട്ട് പഠിക്കാം. ദ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി എന്തുവാണ്? വാട്ട് ഈസ് ദ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി? 80% population in the world, 80% in the population in the world, 80% of the population whose work and life is based on, the time and effort economy is accounting for. Time and effort economy ലാണ് 80% population. അവരുടെ ലൈഫിന്റെ, അവരുടെ ചിന്താഗതിയുടെ ഒരു പാറ്റേൺ എന്തുവാന്ന് നമുക്ക് മനസ്സിലാക്കാം. I don't know whether you are in the time and effort economy or you are in the result economy എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും കുറച്ച് സമയത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും whether we are in the time and effort economy and whether we are in the result economy. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിൽ 80% പോപ്പുലേഷൻ ആണ്. അതിൽ നിങ്ങളും പലരും കാണാം. മേ ബി ഓൾ ഓഫ് യു ആർ ഇൻ ദ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി. എനിക്കറിയത്തില്ല. ഈ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയുടെ ഒരാളുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഒരു ഗ്യാരണ്ടി വേണം. ഇത് നടക്കുവാണെങ്കിൽ മാത്രം, ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയുടെ ഒരാളുടെ ചിന്താഗതി അയാൾക്ക് ഒരു സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം. He wants safety and security. ഇയാൾക്ക് ഗ്യാരണ്ടി വേണം. എന്ത് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഇയാൾ കേരളത്തിൽ നിന്ന് പുറത്ത് അയാൾ ദുബായിൽ ഒരു ഓഫീസ് ഇടണമെങ്കിൽ 1000 പേര് അയാളോട് എൻഡോഴ്സ്മെന്റ് ചെയ്യണം ഇത് ശരിയാണ്. ദ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി ആൾക്കാർക്ക് ഒരു സേഫ്റ്റി വേണം, ഒരു സെക്യൂരിറ്റി വേണം, ഒരു ഗ്യാരണ്ടി വേണം. പിന്നെ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിൽ കൂടുതലായിട്ടും ഞാൻ കണ്ടിരിക്കുന്ന ബിസിനസ്മാൻ, ലോക്കൽ ബിസിനസ്മാൻ ആയിട്ട് ഒരു തൃശ്ശൂരിലോ അല്ലെങ്കിൽ പാലക്കാട്ടോ ഒരു കണ്ണൂരിലോ എവിടെയെങ്കിലും ഒരു ലോക്കൽ ബിസിനസ് ഇട്ട് അയാൾ അവിടെ അങ്ങ് സെറ്റ് ആവും. ബിക്കോസ് ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി അയാളുടെ ആ സ്ഥാപനത്തിനകത്ത് അങ്ങ് കയറി കിടന്ന് and he will be based out there in Thrissur or wherever it may be, and he belongs to the time and effort economy. So he wants guarantee, he wants safety, security. He is going to be a local and very intelligent alana, but he is not wise. Intelligent people know, wise people do. Intelligent people na ariyam, annalum wise people, wisdom ulla people adu cheyyum. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ബുക്ക് വായിക്കണം എന്നറിയാം, അത് നിങ്ങളുടെ ഇന്റലിജൻസ്. നിങ്ങൾക്കറിയാം ബുക്ക് വായിക്കണം, ഓഡിയോ കേൾക്കണം, വീഡിയോ നോക്കണം, ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, ഇൻഡോ ട്രാൻസ് വേൾഡ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന ഇന്റലിജന്റ് ആൾക്കാർക്ക് എല്ലാം അറിയാം. എന്നാൽ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ദേ ആർ ദ വൺസ് ഹു ആർ വൈസ്. ഈ ചെയ്യുന്ന ആൾക്കാരാണ് വൈസ്. ബട്ട് ഈ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയുടെ ആള് ഇന്റലിജന്റ് ആണ്, ബട്ട് ഈസ് നോട്ട് വൈസ്. And therefore he will put a lot of time and effort. Time and effort economy ആള് അയാൾ ഒരു ലെവലിൽ വന്ന് സ്റ്റക്ക് ആയിരിക്കും, അയാൾ സ്റ്റാഗ്നേറ്റ് ആയി. എന്നാലും അയാൾ ആ സ്റ്റാഗ്നേഷനിൽ ഹാപ്പിയാണ്. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിൽ അയാൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഇത് ഏത് വേറൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട്സ് ഒരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. പർച്ചേസ് അതൊക്കെ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. മാനുഫാക്ചറിങ്, സ്റ്റോർസ് അതൊക്കെ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി. പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. അപ്പൊ ഈ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയുടെ ആള്
predictable activity ആണ് ചെയ്യുന്നത്. അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി അല്ല ചെയ്യുന്നത്. ഒരു ബിസിനസ്മാന് പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ചെയ്യരുത്. വണ്ടി ഓടിക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, വണ്ടി ഡ്രൈവ് ചെയ്യുന്നു, അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി, അതിലൊരു ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, അതൊരു പ്രെഡിക്റ്റബിൾ. അക്കൗണ്ട്സ് ചെക്ക് സൈൻ ചെയ്യുന്നു, അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. ഓഫീസിൽ ഇരുന്ന് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നു, ആര് വന്നു ആര് പോയി, അതൊക്കെ ഒരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. അതൊരു അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റി അല്ല. ബിസിനസ്മാന് പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ചെയ്യരുത്. എന്നാലും ടൈം ആൻഡ് എഫർട്ട് ഉള്ള ആൾക്കാർ, ടൈം ഒത്തിരി എഫേർട്ടും ഇടുന്ന ആൾക്കാർ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റീസിലാണ്. എപ്പം നോക്കിയാലും ദേ ഗെറ്റ് പുൾഡ് ഇൻ ടു ദ ഹോൾ തിങ്. ആൻഡ് ഈ പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് കാരണമാണ് അയാളുടെ എനർജി പോകുന്ന, അയാളുടെ എൻതൂസിയാസം പോകുന്ന. ഈ നമ്മുടെ നിലവിലുള്ള എല്ലാ ദിവസവും പാരമ്പര്യമായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി. ഞാൻ എൻ്റെ ഓഫീസിൽ പോകാറില്ല. എത്രയോ മാസങ്ങളായി ഞാൻ എൻ്റെ ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോയാൽ എന്തുവാ, അവിടെ സെയിൽസ് നടക്കുന്നു, അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി. അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നു, സോഷ്യൽ മീഡിയ, അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി. അവിടെ HR നടക്കുന്നു, അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. അവിടെ അക്കൗണ്ട്സ് നടക്കുന്നു, അതൊരു പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റിയാണ്. So all investors we met were in this time and effort economy category. I don't know what are you talking about, Raj Lakshmi. I will need more clarification to the whole thing. The time and effort economy is an economy where people are putting their time and effort and they are not focused on results. ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസും ടൈം ആൻഡ് എഫേർട്ട് ഉള്ള ആക്ടിവിറ്റി ഞാൻ ചെയ്യാറില്ല. ഞാൻ റിസൾട്ട് എക്കണോമിയിലാണ്. എവിടെ നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും ആ ആക്ടിവിറ്റി മാത്രമേ നമ്മൾ ചെയ്യും. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡോക്ടർ വിഘ്നേഷ് പറഞ്ഞ പോലെ നമ്മളെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയുടെ ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ they have an entitlement attitude. Entitlement attitude എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും നോക്കണം, എന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കി നടക്കണം, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഗവൺമെന്റ് ഓഫ് കേരള എന്നെ സപ്പോർട്ട് ചെയ്യണം, വേൾഡ് എന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലാഹ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഭഗവാൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ജീസസ് ക്രൈസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഐ ആം പേഴ്സണലി, ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ അപ്ഗ്രേഡ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്നാലും എന്റെ ബിസിനസ് നല്ലപോലെ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ ഒരു ഇംപ്രൂവ്മെന്റും എന്റെ ബിസിനസ്സിലും, ഞാൻ എന്റെ അകത്തും ഒരു ഇംപ്രൂവ്മെന്റും കൊണ്ടുവച്ചില്ല, എന്നാലും എനിക്ക് എന്റെ ബിസിനസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. ഞാൻ വിഷൻ ഉണ്ടാക്കത്തില്ല, ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ല, ശരിയായിട്ട് ഒരു ബിസിനസ്മാൻ എന്ത് ചെയ്യണം അതൊന്നും ഞാൻ ചെയ്യത്തില്ല, എന്നാലും എന്റെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കണം. Is it possible, my dear friends? Yes or no? Is it possible? Just tell me a yes or no. Is it possible? നിങ്ങൾ നിങ്ങളുടെ തോന്നിവാസം ചെയ്യും. നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ജോലികൾ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യും. ഇന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യരുത്, പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ചെയ്യരുത്, നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യരുത്, പ്രെഡിക്റ്റബിൾ ആക്ടിവിറ്റി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ തോന്നിവാസം. ഈ തോന്നിവാസം കാരണമല്ലേ നമ്മൾ ഹാപ്പിയിലായിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തോന്നിവാസം ചെയ്യാൻ ഒക്കുന്നു അത് നമ്മൾ ചെയ്യുന്നു. And then we want the best results. ബെസ്റ്റ് റിസൾട്ട്സ് വേണമെങ്കിൽ അതുപോലെ പ്രവർത്തിക്കണം, അതുപോലെ ചിന്തിക്കണം, അതുപോലെ കാര്യങ്ങൾ ചെയ്യണം. എന്നാലേ നമുക്കൊരു കൊച്ചൗസേപ്പോ ഒരു യൂസുഫ് അലിയോ ഒരു മുത്തൂറ്റ് ഫൈനാൻസോ അവരെല്ലാവരും ഒരു സമയത്ത് ഒരു ചോട്ട ബിസിനസ് ആയിരുന്നു. അത് മനപ്പുറം ആവാം, അതൊരു ചെറിയ 200 സ്ക്വയർ ഫീറ്റ് നിന്ന് തുടങ്ങുന്ന ഒരു സ്ഥലമായിരിക്കാം. എന്നാലും അതിനെ വലിയാക്കണമെങ്കിൽ വിഷൻ വേണം, അതിനെ വലിയാക്കണമെങ്കിൽ അതിന്റെ ഓണർ അതുപോലെ സ്ട്രാറ്റജി ഉണ്ടാക്കണം, അതിനെ വലിയാക്കണമെങ്കിൽ ആ ഓണർ അതുപോലെ സ്ട്രാറ്റജി ഉണ്ടാക്കി വേൾഡിലെ ഓരോ നല്ല നല്ല ആൾക്കാരെ അവിടെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ദ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിൽ അല്ല, അവർ റിസൾട്ട് എക്കണോമിയിലാണ്. ഈ എൻടൈറ്റിൽമെന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാര് they are in the time and effort economy. Time and effort economy എല്ലാ ടൈം കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാ ടൈം റീസൺ ഗിവിങ് ഒരു ആറ്റിറ്റ്യൂഡ് കാണും. കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഈ ടൈം ആൻഡ് എഫേർട്ട്. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഒത്തിരി കുറവായിരിക്കും ഇവരുടെ, പിന്നെ അല്ലെങ്കിൽ ഒത്തിരി സീറോ ആയിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും ഇവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. പിന്നെ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയുടെ ആൾക്കാര് അവരുടെ ചിന്ത ഒരു എംപ്ലോയി മെന്റാലിറ്റിയുടെ ആണ്. അവർ ആന്ത്രപ്രനറും ഇൻഡിവിജ്വലും ആണെങ്കിലും അവരുടെ ചിന്താഗതി ഒരു ജോബ് മൈൻഡ് സെറ്റ് ആണ്.
ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിൽ ഇരിക്കുന്ന ബിസിനസ്മാൻമാർ വരും. ടൈം ആൻഡ് എഫേർട്ട് ഇരിക്കുന്ന ബിസിനസ്മാനും ദേ ആർ ലൈക്ക് എ ജോബ് മെന്റാലിറ്റിയുടെ ഒരാളാണ്. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഒരു വർക്കറായി മാറിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ കമ്പനിയുടെ ചീഫ് വർക്കറായിട്ടും മാറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ സ്ഥിതി. എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ഇടയ്ക്കാണ് വരുന്നത്. ആൻഡ് ഇഫ് എല്ലാ കാര്യത്തിനും അക്കൗണ്ട്സ് ആവാം, മാർക്കറ്റിംഗ് ആവാം, സെയിൽസ് ആവാം, HR ആവാം, മാനുഫാക്ചറിങ് ആവാം, സ്റ്റോർ ആവാം, എല്ലാം നിങ്ങളുടെ ഇടയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥാപനം 10, 15, 20, 25 കൊല്ലം കഴിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം ദാറ്റ് യു ആർ എ ടൈം ആൻഡ് എഫേർട്ട് പേഴ്സൺ. നിങ്ങൾ നിങ്ങളുടെ കമ്പനി തന്നെ ഒരു എംപ്ലോയി ആയി മാറി, നിങ്ങൾ നിങ്ങളുടെ കമ്പനി തന്നെ ഒരു ജോബ് എടുത്തിരിക്കും. നിങ്ങൾക്ക് പുറത്തൊന്നും ജോലിയൊന്നും കിട്ടത്തില്ല. അപ്പൊ പുറത്തു ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനി തന്നെ ഒരു വർക്കറായി, നമ്മൾ നമ്മുടെ കമ്പനി തന്നെ ഒരു എംപ്ലോയി ആയി മാറിയിരിക്കുന്നു. And that is known as the time and effort economy. You know, Mr. Varghese, നിങ്ങളുടെ ബിസിനസ് എത്ര പഴക്കമുള്ള ബിസിനസ് ആണ്? How long have you been in the business, Mr. Varghese? Mr. Varghese, please write down. You said small size entrepreneurs may have to do this in the beginning, isn't it? Well, I agree. In the beginning, yes. So 6 years, you should have been in growth acceleration, Mr. Varghese. ആദ്യത്തെ 5-6 മാസം എനിക്ക് മനസ്സിലാക്കാം. But 6 years, if you are doing everything, that means entrepreneurship-നെ പറ്റി വർഗീസ് സാറിന് പഠിക്കാൻ ഒത്തിരി ബാക്കിയുണ്ട്. And therefore 6 years, we say 0 to 2 years is groping stage, 2 to 5 years is known as early success, and 6 years to 10 years is growth acceleration. 6 to 10 years ആവുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ ഇടയ്ക്ക് ട്രാൻസ്ഫർ ആയിരിക്കണം. 5-ാമത്തെ കൊല്ലം കഴിയുമ്പോൾ. And therefore, my dear friends, the question is, നമ്മൾ ഏത് എക്കണോമിയിലാണ്? ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി. ഇപ്പൊ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ബിസിനസ്സിൽ ഇരിക്കുവാണെങ്കിൽ അയാളുടെ മൊബൈൽ ഓൺ ആണ്. ഇവിടെ നോക്ക്, നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്താൽ പല ആൾക്കാരും നിങ്ങൾക്ക് കാണാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആരാണ്ടോട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. They are on the phone talking to somebody, which means they are in the time and effort economy. അവന് പഠിക്കാൻ പോലും സമയമില്ല, അവന് പഠിക്കാനും നോട്ട്സ് ഉണ്ടാക്കാനും സമയമില്ല. And that is the biggest challenge of the time and effort economy person, my dear friends. മറിച്ച് നമ്മൾ നോക്കുമ്പോൾ the result economy ഉള്ള they consist of the 20% of the population whose work and life is based on 20% of the population result economy ആണ്. അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവർ എപ്പോ നോക്കിയാലും ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്പർ 2, ഈ റിസൾട്ട് എക്കണോമിയുടെ ആൾക്കാർ എപ്പോ നോക്കിയാലും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ ഓപ്പർച്യൂണിറ്റീസിനെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എൻ്റെ കൺമുമ്പിലുള്ള എൻ്റെ ആയുർവേദിക് സെന്ററിനെ നമ്മൾ ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കും? നമ്മുടെ പ്രൊഡക്ട്സിനെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് വരെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? നമ്മുടെ ടെക്നോളജി ഗ്ലോബൽ ടെക്നോളജി ആക്കി എങ്ങനെ മാറ്റാൻ സാധിക്കും? ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോയി നമ്മുടെ ഓപ്പറേഷൻസിനെ സെറ്റ് ചെയ്യുന്നത്? പിന്നെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ലീഡേഴ്സ് ആയിരിക്കണം. ഈ ടൈം ആൻഡ് എഫേർട്ട് അല്ല, റിസൾട്ട് എക്കണോമിയുടെ ആൾക്കാർ ലീഡേഴ്സിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. They don't work with normal managers of complexity. റിസൾട്ട് എക്കണോമിയുടെ ആളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ he wants freedom of action. അയാൾക്ക് പുതിയ പുതിയ ആക്ഷൻ എടുത്തേ മതിയാവൂ, എടുത്തേ തീരൂ, അങ്ങനെയാണ് ഫ്രീഡം ഓഫ് ആക്ഷൻ. He is intelligent and wise. ഇയാളോട് ഒരു കോഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ ഇയാൾ ആ കോഴ്സ് ചെയ്യും. ആ കോഴ്സിന് വേണ്ടി ഇന്ന് കാശിടാൻ പറഞ്ഞാൽ അയാൾ ഇന്ന് കാശിടും. ബിക്കോസ് he is intelligent and he is wise. But the time and effort economy ആള്
അയാളോട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ അതിന്റെ പുറത്ത് ഒരു 30 ദിവസം 50 ദിവസം അതിന്റെ പുറത്ത് കയറി അയാൾ ഇരിക്കും. അയാളുടെ ഡിസിഷൻ എടുക്കത്തില്ല. എന്തിന്? ടൈം ആൻഡ് എഫേർട്ട്. അയാളുടെ മെന്റാലിറ്റി തന്നെ ഒത്തിരി ടൈം ഇടണം, ഒത്തിരി എഫേർട്ട് ഇടണം. ക്വിക്ക് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മെന്റാലിറ്റിയെ അല്ല അയാളുടെ. ആൻഡ് therefore, and that is the most important aspect of life, my dear friends. They are intelligent and they are wise. They believe in multiplication of income. ഇന്ന് അവർ 5 ലക്ഷം രൂപ മാസത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇനിയുമുള്ള കാലത്ത് 25 ലക്ഷം രൂപ മാസത്തിൽ വേണം. അത് കഴിഞ്ഞിട്ട് 50 ലക്ഷം വേണം, 1 കോടി വേണം, 5 കോടി വേണം, 10 കോടി വേണം. അങ്ങനെ ഇൻകമിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളവര്. അവര് ടൈമും എഫേർട്ട് ഇടത്തില്ല, അവർ റിസൾട്ട് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഒരു എബിലിറ്റി ടു ടേക്ക് റിസ്ക്, ഇവരുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോ ഇവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരു ലാസ്റ്റ് 6 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 10 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തിൽ ഏതൊക്കെ വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ഡെത്തിന്റെ റിസ്ക് നിങ്ങൾ എന്തുവാണ് എടുത്തിരിക്കുന്നത്? ലൈഫ് ആൻഡ് ഡെത്തിന്റെ റിസ്ക് ലാസ്റ്റ് 6 മാസത്തിൽ, ലാസ്റ്റ് 12 മാസത്തിൽ ലൈഫ് ആൻഡ് ഡെത്തിന്റെ റിസ്ക് നിങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് അൺലെസ് ആൻഡ് അൺടിൽ യു ടേക്ക് ബിഗ് റിസ്ക് ഇൻ ലൈഫ്, യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ബിഗ് മണി, ബിഗ് അച്ചീവ്മെന്റ്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ചെറിയ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. എന്നാലും ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി ആണെങ്കിൽ അയാൾ റിസ്ക് എടുക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ റിസ്ക് എടുക്കും. പിന്നെ ഇവിടെ ഇയാൾ പറയുന്നെന്ന് പറഞ്ഞാൽ നോ എൻടൈറ്റിൽമെന്റ് ആറ്റിറ്റ്യൂഡ്. റിസൾട്ട് എക്കണോമി എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് എൻടൈറ്റിൽഡ് ടു എനിത്തിങ്. ഐ ആം നോട്ട് എൻടൈറ്റിൽഡ്. എന്തൊക്കെ നടന്നിരിക്കുന്ന എന്റെ കമ്പനിയിൽ ഞാൻ അത് നടത്തിക്കും. ലീഡർ വേണമെങ്കിൽ ഞാൻ ലീഡറിനെ കൊണ്ടുവരും. വിഷൻ വേണമെങ്കിൽ വിഷൻ ഉണ്ടാക്കും. സ്ട്രാറ്റജി വേണമെങ്കിൽ സ്ട്രാറ്റജി ഉണ്ടാക്കും. സിസ്റ്റം വേണമെങ്കിൽ ഞാൻ സിസ്റ്റം ഉണ്ടാക്കും. ഞാൻ ആരുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. I am going to put all the systems in place. I am going to put the vision in place. I am going to put the strategy in place. I am going to put the team in place. I am going to put the process in place. I am responsible. I am not entitled to be taken care of. Take care of myself. And I will put my company. ഞാൻ ഇവിടെ ഇരുന്ന് ആൾക്കാർ കിട്ടുന്നില്ല, കിട്ടുന്ന ആൾക്കാർ വിട്ടുപോകുന്നു. വെക്കാൻ നോക്കും. എന്ത് ചെയ്യുന്ന ആൾക്കാർ വിട്ടുപോകത്തില്ല. അതിനെപ്പറ്റി എന്തൊക്കെ ഐഡിയാസ് ആണ് പുതിയ ലാസ്റ്റ് 10 മാസത്തിൽ പുതിയ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? ആ ഐഡിയ എനിക്ക് കേൾക്കണം. ഈ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് നടക്കുന്നില്ല, അത് നടക്കുന്നില്ല. സെയിൽ ഇല്ലെങ്കിൽ സെയിൽ എന്താണ് ഇല്ലാത്തത്? സെയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യാൻ നോക്കും? മാർക്കറ്റിംഗ് അറിയത്തില്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റി എത്ര ബുക്സ് വായിച്ചു നിങ്ങൾ? മാർക്കറ്റിംഗിന് ഏതൊക്കെ കോഴ്സ് നിങ്ങൾ ചെയ്തു? അങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കണം. യു ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ബി ടേക്കൺ കെയർ ഓഫ്. നോട്ട് എ സ്മോൾ ചൈൽഡ്. ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല നിങ്ങൾ. 40-40 വയസ്സിന്റെ വയസ്സും പ്രായമായിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഒരു ടേക്ക് കെയർ ചെയ്യേണ്ടത്? ആർ യു നോട്ട് എൻ അഡൾട്ട്? ആർ യു നോട്ട് എ ഗ്രോൺ അപ്പ് അഡൾട്ട്? 2-3 പിള്ളേരും പ്രൊഡ്യൂസ് ചെയ്ത് വെറുതെ കംപ്ലൈന്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ സ്നേഹത്തോട്ട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? So my dear friends, ഈ റിസൾട്ട് എക്കണോമിയിലുള്ള ഇയാള് ഇതൊന്നും പറയത്തില്ല. ഇയാള് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ മാർഗവും, അതിനു വേണ്ടി ദുബായ് പോണെങ്കിൽ അയാൾ അണ്ടർവെയർ വരെ പണയം വെച്ച് അയാൾ ദുബായ് പോകും. അതിനുവേണ്ടി അയാൾക്ക് വീട് പണയം വെക്കേണ്ടി വന്നാൽ, ആ സിസ്റ്റം ഇടാൻ വേണ്ടി വീട് പണയം വെക്കേണ്ടി വന്നാൽ അയാൾ ആ വീട് പണയം വെക്കും. അതിനുവേണ്ടി 10 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ മാർക്കറ്റിൽ പോയി സെയിൽസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ടെക്നിക്കും ടൂൾസും സ്കിൽസും കേപ്പബിലിറ്റീസും നോളജും ആറ്റിറ്റ്യൂഡും സ്കിൽസും ഹാബിറ്റ്സും അയാൾ ഡെവലപ്പ് ചെയ്യും. അയാൾ അത് ഡെവലപ്പ് ചെയ്തിരിക്കും. ഈ ഡെവലപ്പ് ചെയ്യാതെ വെറുതെ തേരാപ്പാരം നടന്ന് ടൈം ആൻഡ് എഫേർട്ട് ഉള്ള ഇതൊന്നും ചെയ്യത്തില്ല. ഞാൻ ഇന്ന് വരെ എന്റെ കമ്പനിയെ പറ്റി ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. എന്റെ ആൾക്കാർ നിന്ന് പോണെങ്കിൽ എന്തൊക്കെ ചെയ്യണം അത് ചെയ്തിരിക്കും. ചെയ്യണം.
And therefore, my dear friends, time and result economy people, our job creators ആണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്യും. അത് നെസ്റ്റിന്റെ ഓണർ ആവാം, മുക്യൂത്ത് ആവാം, യൂസുഫ് അലി ആവാം, അത് ആര് വേണമെങ്കിലും ആവാം. They are job creators and they are entrepreneurs. They are constantly moving forward, my dear friends. ഇവർ കോൺസ്റ്റന്റ്ലി മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ്ലി അവർ സെൽഫ് അപ്ഗ്രേഡേഷൻ ചെയ്യുന്നു ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു സെൽഫിന്റെ പുറത്ത്. അവർ അവരുടെ പുറത്ത് സെൽഫിന്റെ പുറത്ത് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ആൻഡ് ബിഫോർ എക്സ്പെക്ടിങ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ റിവാർഡ് കിട്ടുന്നതിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ നന്നായി, എനിക്ക് റിവാർഡ് വേണം, എനിക്ക് സെയിൽസ് വേണം. അപ്പൊ എനിക്ക് സെയിൽസ് വേണമെങ്കിൽ ഞാൻ ആദ്യം എന്റെ സെയിൽസ് കേപ്പബിലിറ്റിയെ ബിൽഡ് ചെയ്യും. ഡോക്ടർ വിഘ്നേഷ് പറഞ്ഞ പോലെ എന്റെ അകത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യും. അത് ബിൽഡ് ചെയ്ത് എന്റെ ആൾക്കാരെ കൂടെ വെക്കാനുള്ള ഞാൻ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ലൈഫ്, മൈ ഡിയർ ഫ്രണ്ട്സ്. They are constant creators. ഇവര് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും, മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, ടെക്നോളജി ക്രിയേറ്റ് ചെയ്യും, ജോബ് ക്രിയേറ്റ് ചെയ്യും, എഫിഷ്യന്റ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യും. They are creators. They are creators. They are creators. They are the result economy. Now നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഈ റിസൾട്ട് എക്കണോമിയുടെ എല്ലാ ക്വാളിറ്റീസിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതോ നിങ്ങളുടെ കയ്യിൽ ടൈം ആൻഡ് എഫേർട്ടിന്റെ ആളുടെ ക്വാളിറ്റി ആണോ ഉള്ളത്? അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. റിസൾട്ട് എക്കണോമിയുടെ ആള് സത്യത്തിൽ അയാൾ ഒരു ആന്ത്രപ്രനർ ആണ്, വിത്ത് ആൻ ആന്ത്രപ്രനർ മൈൻഡ് സെറ്റ്. ആന്ത്രപ്രനർ മൈൻഡ് സെറ്റ്. എത്രയോ ആന്ത്രപ്രനേഴ്സ് ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിൽ ആണ്. ടൈം ആൻഡ് എഫേർട്ട് എക്കണോമി. അവരുടെ മൈൻഡ് സെറ്റ് ഈസ് ഞാൻ ഒത്തിരി ടൈം ഇടും, ഞാൻ ഒത്തിരി എഫേർട്ട് ഇടും. ബട്ട് റിസൾട്ട് എക്കണോമിയുടെ ആൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഈ ജോലി ഞാൻ ചെയ്യുമ്പോൾ എന്റെ 3 മണിക്കൂറാണ് പോകുന്നത്. ഈ ജോലി എനിക്ക് വേണ്ടി 30,000 രൂപ എടുത്ത് 40,000 രൂപ മേടിച്ച് 50,000 രൂപ മേടിച്ച് ആര് എനിക്ക് വേണ്ടി ചെയ്തു തരും? ഇതാണ് റിസൾട്ട് എക്കണോമിക്കാരൻ തിങ്ക് ചെയ്യുന്നത്. ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ 3 മണിക്കൂറാണ് പോകുന്നത്. ഈ ജോലി എനിക്ക് വേണ്ടി 30,000 രൂപ മേടിച്ച് 40,000 രൂപ മേടിച്ച് 50,000 രൂപ മേടിച്ച് 60,000 രൂപ മേടിച്ച് 70,000 രൂപ മേടിച്ച് 1,00,000 രൂപ മേടിച്ച് 1,50,000 രൂപ മേടിച്ച് 2,00,000 രൂപ മേടിച്ച് 5,00,000 രൂപ മേടിച്ച് എനിക്ക് വേണ്ടി ഈ ജോലി ആര് ചെയ്തു തരും? ഇതാണ് റിസൾട്ട് എക്കണോമിക്കാരൻ തിങ്ക് ചെയ്യുന്നത്. എന്റെ ഇവിടെയാണ് ടൈം പോകുന്നത്, എന്റെ ഇവിടെയാണ് ടൈം പോകുന്നത്, എന്റെ ഇവിടെയാണ് ടൈം പോകുന്നത്, എന്റെ ഇവിടെയാണ് ടൈം പോകുന്നത്. ഈ ജോലി ആര് ചെയ്യും? ഈ ജോലി ആര് ചെയ്യും? ആൻഡ് ദാറ്റ് ഈസ് ദ വേ ദി റിസൾട്ട് എക്കണോമി ഫെലോ വിൽ വർക്ക്. നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലിയും വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലിയും, അത് ഏത് കുന്തം ജോലിയാണെങ്കിലും അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. at 30,000, 40,000, 50,000, 60,000, 70,000, 80,000, 100,000, and that is the most important aspect of life. Have you understood the difference between time and effort economy and result economy? If you've understood, just say yes. If you've understood, just say yes. If you've understood, just say yes. Danya says yes, and Joby says yes, and Mujib says yes, and Devanarayan says yes, and all of the people are saying yes. അപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിലാണോ അതോ റിസൾട്ട് എക്കണോമിയിലാണ്? ടൈം ആൻഡ് എഫേർട്ട് എക്കണോമിയിലാണെങ്കിൽ നാം ഫുൾ ടൈം ബിസി ആയിരിക്കും. എന്നാലും ഇറ്റ്സ് ലൈക്ക് എ റോക്കിംഗ് ചെയർ. നമ്മുടെ ഈ റോക്കിംഗ് ചെയറിൽ ഭയങ്കര മോഷനാണ്. എന്നാലും വൈകിട്ട് 6 മണിയാകുമ്പോഴും ആ ചെയർ അവിടെ തന്നെ ഉണ്ട്. ഭയങ്കര ഇവിടെ ഫോൺ, അവിടെ ഫോൺ, അവനെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, അവിടെ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവിടെ പ്രൊഡക്ഷനിൽ പോകുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അവിടെ പോകുന്നു, മാർക്കറ്റിംഗിന്റെ അവിടെ പോകുന്നു, സെയിൽസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവന്റെ ടേൺ ഓവർ അവിടെ തന്നെ കിടപ്പുണ്ട്. And therefore, my dear friends, you have to decide whether you want to be in the result economy or whether you want to be in the time and effort economy.
3 മണിക്കൂർ ഇപ്പം സംസാരിക്കാൻ, ഞാൻ 3-4 മണിക്കൂർ സംസാരിക്കാൻ 10 ലക്ഷം രൂപയാണ് ഞാനിപ്പം മേടിക്കുന്നത്. ഞാനിപ്പോൾ ലാസ്റ്റ് 5 പ്രോഗ്രാം ലാസ്റ്റ് 10 ഡേയ്സ് ചെയ്തു. 10 ലക്ഷം രൂപയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് 4 മണിക്കൂറുടെ പ്രോഗ്രാമിന് വേണ്ടി. അപ്പൊ നമ്മുടെ വില 4 മണിക്കൂറുടെ 10 ലക്ഷം രൂപയാണ്. നമ്മൾ ആ 4 മണിക്കൂർ if I can get 10 lakh rupees, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്താണ്, എങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപ 4 മണിക്കൂറിന് വേണ്ടി 1 കോടി ആക്കി മാറ്റാൻ പറ്റുന്നത്? എവിടെ പോയാൽ 4 മണിക്കൂറിന് വേണ്ടി 1 കോടി രൂപ കിട്ടും? ആരെനിക്ക് ആ 1 കോടി രൂപ തരും? അതിനുവേണ്ടി എൻ്റെ ക്ലോത്ത്സിൽ എന്ത് ചേഞ്ചസ് ആവണം, എൻ്റെ വാച്ചിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, എൻ്റെ ഔട്ട്സൈഡ് ബ്യൂട്ടി, എൻ്റെ ഇൻസൈഡ് ബ്യൂട്ടി, രണ്ടിലും ജോലി ചെയ്യണം. ഇൻസൈഡ് ബ്യൂട്ടിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നമ്മൾ 1 കോടി രൂപയുടെ കോട്ട് ഇട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കച്ചവടക്കാരന്റെ പോലെ നമ്മൾ സംസാരിച്ചാൽ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ആൻഡ് ദെർഫോർ ഐ എം തിങ്കിങ്, അപ്പൊ നമ്മൾ 300 രൂപയിലായിരുന്നു തുടങ്ങിയത്, 300 rupees ഫോർ എ ഡേ ടു സ്പീക്ക്. അങ്ങനെ 300 നിന്ന് നമ്മളിപ്പോൾ 10 lakh rupees ഫോർ 4 hours വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 10 ബില്ല് കാണിച്ചു തരാം. ഇനിയിപ്പോ ഇതിനെ 15 ലക്ഷം രൂപ 4 മണിക്കൂറിന് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണം, അതായിരിക്കണം നമ്മുടെ ചിന്ത. And I'm not going to do any accounts work, and I'm not going to do marketing, and I'm not going to do any chota sales, and I'm not going to do administration, and I'm not going to look after office, and I'm not going to look after production, and I'm not going to look after manufacturing, and I'm not going to look after transport, and I'm not going to look after, buying or anything, purchase or whatever. I'm not going to do that. That's not my job. അത് ചെയ്യാൻ വേണ്ടി 40,000, 50,000, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ കൊടുത്താൽ ആൾക്കാർ കിട്ടും. വേറെ ആളെ കൊണ്ട് ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യത്തില്ല. Because I don't want to be in the time and effort economy. I want to produce results. And I want to take my company and myself to the next level. And that is very important. How many of you would like to be in the result economy? Just say I. Just say I. And സത്യത്തിൽ റിസൾട്ട് എക്കണോമി വെറുതെ വാചടിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയുള്ള ഏത് സ്റ്റെപ്പ് എടുക്കാൻ ഞാൻ പറഞ്ഞാൽ ആ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ മാത്രം I എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ പറയുന്ന ടൈം ആൻഡ് എഫേർട്ടിന് വേണ്ടി തലയും കുത്തി നിൽക്കാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കരുത്, തലയും കുത്തി നിൽക്കണം. അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ ഒരു ഗുരുയുടെ പ്രതി അല്ലെങ്കിൽ ഒരു കോച്ചിന്റെ കൂടെ അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യാൻ വേണ്ടി റെഡി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിലോട്ട് പൊയ്ക്കും. ആ മാർഗം തേടിയെടുത്തല്ലേ ഈ സ്ഥിതിയിലായത് നമ്മൾ. And therefore, my dear friends, ആൻഡ് ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പോകുന്ന കാറ്റഗറീസ് എന്തുവാന്ന് ചോദിച്ചാൽ people with big futures. ആദ്യത്തെ category is known as global entrepreneurs. Then comes national entrepreneurs. Then comes local entrepreneurs. Global entrepreneur എന്ന് പറഞ്ഞാൽ ഇയാളുടെ ബിസിനസ് ബ്രിട്ടനിലും ഉണ്ട്, UK-ലും ഉണ്ട്, USA-ലും ഉണ്ട്, റഷ്യയിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ചൈനയിലുണ്ട്. അപ്പൊ ചൈനയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇയാളുടെ ബിസിനസ് അമേരിക്കയിൽ നല്ല രീതിയിൽ മുമ്പിലോട്ട് പോകുന്നു. ഈസ് എ ഗ്ലോബൽ ആന്ത്രപ്രനർ. നാഷണൽ ആന്ത്രപ്രനർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ബിസിനസ് ഇസ് there in Delhi, he is there in UK, in Chennai, he is there in Ahmedabad, he is there in Pune, he is there in Calcutta. അങ്ങനെ നാഷണൽ ആന്ത്രപ്രനർ. ഇയാളാണ് on an opportunity scale. ഇവരാണ് in the 21st century the global entrepreneur has got highest opportunity. The next is national entrepreneurs, avarkana second highest opportunity. അത് കഴിഞ്ഞിട്ടാണ് ലോക്കൽ ആന്ത്രപ്രനർ. ഇയാള് തൃശ്ശൂരിലോ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ലോക്കൽ ആന്ത്രപ്രനർ. ഹിയർ ഇസ് ദ തേർഡ് ലെവൽ, ഈസ് അറ്റ് ദ തേർഡ് ലെവൽ. പിന്നെ ആന്ത്രപ്രനേഴ്സിന്റെ കൂടെ ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇപ്പൊ എന്റെ സിഇഒ, എന്റെ കമ്പനിയുടെ സിഇഒ ദീപ്തി ഷെട്ടി, എന്റെ കൂടെ പ്രവർത്തിക്കുന്ന സിഇഒ ലമി, എന്റെ കൂടെ പ്രവർത്തിക്കുന്ന സിഇഒസ്, ദേ ആർ ആന്ത്രപ്രനർ സപ്പോർട്ട്. അവർ ആന്ത്രപ്രനേഴ്സിന്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ആൾക്കാരാണ്. They are the ones who are going to have the greatest opportunity. അത് കഴിഞ്ഞിട്ടാണ് opportunity scale വരാൻ പോകുന്ന നെക്സ്റ്റ് കാറ്റഗറി is known as
entrepreneur dependence. This means ende bhariya, ende pillare, ende porthu depend cheyna local, national, global entrepreneurs inde porthu depend cheyna pillare, ende bhariya, ende pillarokke 5 ലക്ഷം 4 ലക്ഷം രൂപയുടെ ഡിസിഷൻ ഒക്കെ ഇങ്ങനെ മണി പോലെ എടുക്കുന്നത് നമ്മളോട് ചോദിക്കാതെ. എന്റെ ഭാര്യ ഒന്നും ഒരു വണ്ടി മേടിക്കാൻ പോലും ഇപ്പൊ എന്നോട് പറഞ്ഞു ഒക്ടാവിയ എന്തോ സ്കോഡ സ്ലാവിയ ഞാൻ ഒരെണ്ണം മേടിച്ചു. അവൾ നമ്മളോട് ചോദിക്കത്തൊന്നുമില്ല. ഓൺലി 22 ലക്ഷം രൂപ. അപ്പൊ ദീസ് ആർ ആന്ത്രപ്രനർ ഡിപ്പെൻഡൻസ്. ആന്ത്രപ്രനർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇവരാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ രാജ്യം ചെയ്യാൻ പോകുന്നത്. ദേ ഗോയിങ് ടു റൂൾ ദ വേൾഡ്. ദിസ് ദ ഫസ്റ്റ് കാറ്റഗറി. അത് കഴിഞ്ഞിട്ട് ഉള്ള ലോവർ ലെവൽ ആണ്. ഇതിന്റെ താഴോട്ട് പോകുകയേ ചെയ്യരുത്. And that is known as the bureaucratic executive. ഇതൊക്കെ ടോപ്പ് കമ്പനീസ്, വലിയ കമ്പനീസിന്റെ സിഇഒസ്, വലിയ കമ്പനിയുടെ സിഇഒ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സിഇഒ അല്ലെങ്കിൽ വോഡാഫോണിന്റെ സിഇഒ, അവരൊക്കെ ഇവിടെയാ വരുന്നത്. അവർക്ക് ഏറ്റവും ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിനേക്കാളും കുറവ് ഓപ്പർച്യൂണിറ്റിയാണ് ആ കമ്പനി ജോലി ചെയ്യുന്ന ബ്യൂറോക്രാറ്റിക് മാനേജേഴ്സ്. അതിനേക്കാളും കുറവ് ഓപ്പർച്യൂണിറ്റിയാണ് ആ കമ്പനിയുടെ വർക്കർമാർക്ക്. അതിനേക്കാളും കുറച്ച് കുറവ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബ്യൂറോക്രാറ്റിക്, ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഡിപ്പെൻഡൻസ്. ഏറ്റവും കുറവ് ഓപ്പർച്യൂണിറ്റിയാണ് ബ്യൂറോക്രാറ്റിക് റിജക്ട്സ്. ബ്യൂറോക്രാറ്റിക് റിജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവന് ജോലിയിലും ഒരു സ്കോപ്പ് ഇല്ല, ഇവന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനും അറിയത്തില്ല. ഇവന് ജോലിയിലും സ്കോപ്പ് ഇല്ല, ആരും ജോലിയും കൊടുക്കത്തില്ല, ഇവന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനും അറിയത്തുമില്ല. അപ്പൊ ഓൺ എ ഗ്ലോബൽ ലെവൽ ഇഫ് യു സീ, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇനിയും വരാൻ പോലെ കാലഘട്ടത്തിൽ it is going to be on a scale of 0 to 10. ഇവർക്ക് 10, ഇവിടെ 7.5, 5, 4, 3, 2.5. ഇതാണ് the opportunity scale. And therefore, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, ഏറ്റവും പേടിയില്ലാത്ത ആൾക്കാരായിരിക്കും global entrepreneurs. Are you with me? If you're with me, just say with me, with me, WM. WM means with me, WM. If you're with me, just say with me, WM. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഗ്ലോബലി സ്പ്രെഡ് ബിസിനസ് ആണെങ്കിൽ അവന് പേടിയില്ല. അവൻ ലോക്കൽ ആന്ത്രപ്രനർ ആണെങ്കിലാണ് പ്രശ്നം. എന്തിനാ? ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് മാത്രമുണ്ട്, ആ സ്റ്റേറ്റിന് എന്തെങ്കിലും പറ്റിയാൽ ഇയാളുടെ കേസ് പോക്കാം. But if he's nation, അയാളുടെ ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, if he's a national entrepreneur, he will have no problem. But if he's a global entrepreneur, he has no problem. On the opportunity scale of 0 to 10, the global entrepreneur gets 10, the national entrepreneur gets 7.5, and the local entrepreneur gets 5. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 4, 3, 2, 2.5 ഒക്കെ കിട്ടുന്നു. And that is why you have to be a global entrepreneur. Now tell me, my dear friend, name few entrepreneurs from Kerala who are result multipliers and have reached out globally or brought the world to Kerala. Name the entrepreneurs. One pereduthu parayavo. The names of entrepreneurs who are result multipliers, who have reached out globally. ഇവരുടെ ബിസിനസ് ഗ്ലോബലി ഉണ്ട്, അല്ലെങ്കിൽ വേൾഡിനെ ഇവർ കേരളത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ബിസിനസ്മാൻമാരുടെ പേരെടുക്കാവോ? ഓക്കെ, ദ ലുലു ഗായ്, Ravi Pillai, Tata, Joya Lucas, V-Guard in the Kochaussef, Malabar Gold in the Kalyan Raman, V-Guard, IBM, Baiju, Kalyan and Narayan Murthy, Lulu, Keralathile Alkar, Keralathile. Wonderful. Azad Mupan, you're right. Kalyan Raman, you're right. VKC, you're right. Portical Ayurveda Shala, you're right. Absolutely right. Bobby Chemanur, Dentacare, yes, you're right. Krish Gopalakrishnan, Devroots, T-Techsum, Byju'sum, Shobha Groupum, ICLum, Yusuf Alim, absolutely, Nirabara and all kinds of people. Madi. Great. Yes, my dear friends. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ്. ജീപ്പാസും
ആലുക്കാസും ഹൈറിച്ചും ക്ലിക്കോണും ഈസ്റ്റേണും സീതാറാമും all kinds of people, are there. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. യു റൈറ്റ്, നൗഷാദും ഹരീന്ദ്രൻ നായരും ഷീല കൊച്ചൗസേപ്പും ബേബി മാത്യൂസും അർഷദ് അബ്ദുല്ലയും MG ജോർജ് ആവാം. യു റൈറ്റ്, PK വാരിയർ സാബ് ആര്യ വൈദ്യശാലയുടെ, അങ്ങനെ മുസ്ലിയാർ സാബും അജ്മലും ബിസ്മി ഗ്രൂപ്പിന്റെ, അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഡെന്റ് കെയർ ജോൺ കുറിയാക്കോസും, അങ്ങനെ എല്ലാരും ആബ്സല്യൂട്ട്ലി യൂസുഫ് അലി നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ PNC മേനനെ പറ്റി പറഞ്ഞു, നിങ്ങൾ കൊച്ചൗസേപ്പിനെ പറ്റി പറഞ്ഞു. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. നിങ്ങൾ കീടെക്സിനെ പറ്റി പറഞ്ഞു, ജേക്കബിനെ പറ്റി, ആസാദ് മൂപ്പറിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. പോൾ തോമസിനെ ഞാൻ അറിയും, ജോയ് ആലുക്കാസ് നമ്മൾ അറിയും. എല്ലാരും നമ്മള് ഇവരൊക്കെ മുഹമ്മദ് മജീദ് ആവാം, സാമിക്ക് വേണ്ടി ഒത്തിരി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി മൈ ഡിയർ ഫ്രണ്ട്സ്, സുനിൽ കുമാർ ഫ്രം എസെറ്റ്സ്, മുഹമ്മദ് മദനി, നമ്മുടെ ABC, നമ്മുടെ ഗുരുകുലിൽ ഇരിക്കുന്ന ഇവർ 12 ഡയറക്ടേഴ്സും എൻ്റെ കൂടെ ഇരുന്ന, ഇവരുടെ വിഷൻ ലോഞ്ച് ചെയ്തപ്പോ 1000 ആൾക്കാരെയായിരുന്നു ഇവർ വിളിച്ചിരുന്ന. കണ്ണൂരിൽ 6 കൊല്ലം മുമ്പിൽ, 5-6 കൊല്ലം മുമ്പിൽ 1000 ആൾക്കാരുടെ കൂടെ ഞാനായിരുന്നു 3 മണിക്കൂറുടെ ടോക്ക് കൊടുത്ത് 1000 ആൾക്കാർ ടു ലോഞ്ച് ദ വിഷൻ ഓഫ് ദി ABC ഗ്രൂപ്പ്. ഇന്ന് അവർ വേൾഡിൽ പല സ്ഥലത്തും ബിസിനസ് തുടങ്ങി കഴിഞ്ഞു ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ സ്റ്റുഡന്റ് ആന്ത്രപ്രനർ ഗുരുകുൽ, നിർവാണ ഗുരുകുലും, മീന ഹിസ് വൈഫ് ആൻഡ് തോമസ് ജോൺ, they are now there in 60 countries. 15 കൊല്ലം മുമ്പിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു, 5 കൊല്ലം മുമ്പിലും എന്റെ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു തോമസ് ജോൺ ഫ്രം അഗാപ്പെ. 60 കൺട്രീസിൽ ഇവരുടെ ഓപ്പറേഷൻസ് ഉണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. പിന്നെ നമ്മളെ എന്തുവാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? വാട്ട് സ്റ്റോപ്സ് അസ് ഫ്രം ബിക്കമിങ് എ റിസൾട്ട് മൾട്ടിപ്ലയർ ആൻഡ് ഗോയിങ് ഗ്ലോബൽ? എന്തുവാണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? വാട്ട് സ്റ്റോപ്സ് അസ് ഫ്രം ബിക്കമിങ് എ റിസൾട്ട് മൾട്ടിപ്ലയർ ആൻഡ് ഗോയിങ് ഗ്ലോബൽ? വാട്ട് ഡു യു തിങ്ക് സ്റ്റോപ്സ് അസ്? നമ്മളെ എന്തുവാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇവിടെയും ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, 500 പേര് ഇരിപ്പുണ്ട്. നമ്മൾ എന്താ അങ്ങനെ ആവാത്തത്? മൈൻഡ് സെറ്റ്. ഡോക്ടർ രഞ്ജിത്ത് പറയുന്നു മൈൻഡ് സെറ്റ്. വേറെ ഒരാൾ പറയുന്നു പേടി. വേറെ ഒരാൾ പറഞ്ഞു മൈൻഡ് സെറ്റ്. സെലക്ഷൻ ഓഫ് ബിസിനസ്. നമ്മളെ ആരാ സ്റ്റോപ്പ് ചെയ്യുന്നു സെലക്ട് ചെയ്യാൻ? ക്യാഷ്, ആറ്റിറ്റ്യൂഡ്. ജസ്മീർ പറയുന്നു നിക്ഷന്റെ മൊയ്തു കണ്ണൂർ, അയാളും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന, അയാളും അയാളുടെ മോനും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ലാക്ക് ഓഫ് ടീം, ക്യാഷ്, വർക്കിംഗ് സ്റ്റൈൽ, lack of funds, procrastination, lack of knowledge, lazy, vision, lack of vision, lack of proper upgradation, not result oriented, okay, lack of concentration, wealth management. You're not lucky. Okay. Political policies. Okay. So you've given me a lot of. One of the biggest problems, my dear friends, pay attention to whatever I'm saying. Pay good attention to whatever I'm saying. നമ്മൾ എന്താണ് അവിടെ എത്തി പറ്റാത്തത്? നമ്മളെ ആരാണ് സ്റ്റോപ്പ് ചെയ്തത്? And I call it in one word, if I may say, what stops us and several others from becoming a result multiplier and going global. Why are we not wise and going global? So we say, why are we not thinking wise and going global? Thinking wise and going global, because we've hit the ceiling of complexity.
we have hit the ceiling of complexity. അടുത്ത 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഒരു മഷീൻ ഗണ്ണിനെ പോലെ മുമ്പിലോട്ട് പോകാൻ പോകണം. I say we have hit the ceiling of complexity. എന്തുമാണ് ഈ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി? സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൽ, നമ്മുടെ തലയുടെ മുകളിൽ ഒരു സീലിംഗ്. നമ്മൾ തല പൊക്കുമ്പോ നമ്മുടെ സീലിംഗ് നമ്മുടെ തലയിൽ കൊള്ളും. therefore നമ്മളിപ്പം കൂടുതലായിട്ടും ജമ്പ് ചെയ്യാറില്ല. സോ വി ആർ അറ്റ് സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി. സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിനെ തന്നെ കോംപ്ലെക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലൈഫിനെ തന്നെ കോംപ്ലെക്സ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ലൈഫ് കോംപ്ലെക്സ് ആയിപ്പോയത്? ലെറ്റ് us look at it. My dear friends, നമ്മുടെ ഗ്രോത്ത്, all growth happens in stages. നമ്മുടെ എല്ലാ ഗ്രോത്തും happens in stages. All growth happens in stages. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ബിസിനസിനെ പറ്റി കൂടുതൽ അറിയത്തില്ല. ഒരാളുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യണം അറിയത്തില്ല. ഒരാളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം അതറിയത്തില്ല. ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം അറിയത്തില്ല. ബിസിനസ്സിനെ എങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ടത് അറിയത്തില്ല. നമ്പർ 1 എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്പർ 2 ജോലി ചെയ്തു. ഒരു വിഷൻ വെച്ച് എങ്ങനെയാണ് സ്ഥാപനം ഉണ്ടാക്കുന്നത് അറിയത്തില്ല. ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയത്തില്ല. അറിയത്തില്ലെങ്കിലും നമ്മൾ ബിസിനസ് നടത്തി, നമ്മൾ അതിനെ ഗ്രോ ചെയ്യാനുള്ള ശ്രമം ചെയ്തു. നമ്മള് സ്ഥാപനം നടത്താൻ തുടങ്ങിയപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നു. നമ്മൾ അത് ഏതാണ്ടൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. അപ്പൊ വിൽക്കുന്ന അറിയത്തില്ലായിരുന്നു. അപ്പൊ 10-15 ഇടയ്ക്ക് പോയപ്പോ നമ്മൾ വിൽക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അഡ്വാൻസ് എടുക്കാൻ അറിയത്തില്ല സപ്പോസ്. അപ്പൊ നമ്മൾ എന്തുവാ പറയുന്ന, വി ഗേവ് ഡിസ്കൗണ്ട് ചെയ്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്തിനാ ഡിസ്കൗണ്ട് ചെയ്യാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമ്മളെല്ലാവർക്കും ക്രെഡിറ്റ് കൊടുത്തു. ക്രെഡിറ്റ് കൊടുക്കാതെ ബിസിനസ് ചെയ്യാൻ നമുക്കറിയത്തില്ല. എന്തിനാ 10 കൊല്ലം മുമ്പിൽ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോ ഒരാളുടെ ഇടയ്ക്ക് ഞാൻ പോയപ്പോ അയാൾ പറഞ്ഞു ഒരു മാസമെങ്കിലും ക്രെഡിറ്റ് തരാം. അപ്പൊ എനിക്ക് തോന്നി ഇതല്ലേ ഒരു ബിസിനസിന്റെ. അപ്പൊ ഞാൻ ക്രെഡിറ്റ് കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോ സപ്പോസ് ഞാൻ ഫീൽഡിൽ പോയി, ഞാൻ ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു, എടോ നിങ്ങൾ ഈ ക്രെഡിറ്റ് ഒന്നും തന്നില്ലെങ്കിൽ നടക്കത്തില്ല, ഒരു മാസമെങ്കിലും ക്രെഡിറ്റ് തരണം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണോ? അപ്പൊ ഞാൻ ഒരു മാസത്തെ ക്രെഡിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് പോയി 2-3 അടുത്ത് പോയപ്പോൾ അവന്മാര് പറഞ്ഞു 2 മാസമെങ്കിലും ക്രെഡിറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യണ്ട. എന്നാ അങ്ങനെയാണോ? എന്നാ ശരി. അപ്പം ഞാൻ 2 മാസത്തെ ക്രെഡിറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ ബിസിനസ് തുടങ്ങി, ക്രെഡിറ്റ് കൊടുത്ത്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരെ ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മുടെ ലോഡ് ഇൻക്രീസ് ആയപ്പോ നമ്മുടെ അമ്മാവന്റെ മോൻ ഒരാളുണ്ട്, അമ്മാവന്റെ മോൻ. അവൻ അവിടെ ആലപ്പുഴ വെറുതെ തേരാപ്പാര നടക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അവനെ പൊക്കി നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചു. ഇവൻ കാരണം എനിക്ക് പുറത്തു പോകാൻ സാധിച്ചു. എന്നാലും ഇവൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ആ സ്ഥാപനത്തിൽ വേറെയാണ്. അതെനിക്ക് സോൾവ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ അമ്മാവന്റെ മോന, അവനെ പുറത്താക്കിയാൽ ഇനി അമ്മാവൻ വെറുതെ എടുത്ത് നമ്മുടെ ചട്ടിക്കകത്ത് ബൊമ്മ വയ്ക്കും. അതുകൊണ്ട് അവനെയും നമ്മൾ കൊണ്ട് നടക്കുവാണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റും കൊടുത്ത് അമ്മാവന്റെ മോനെ കൊണ്ട് നടത്ത്. പിന്നെ നമുക്ക് വിഷൻ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയത്തില്ല. അപ്പം വിഷനും ഇല്ല, സ്ട്രാറ്റജിയും ഇല്ല,
രാവിലെ വരുന്നു, അവിടെ പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, പിന്നെ നമ്മൾ സ്റ്റോറിൽ പോകുന്നു, അവിടെ 4 വർത്താനം പറയുന്നു, ആ സ്റ്റോർസിന്റെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നു, അവിടെ നമ്മൾ സെയിൽസിൽ വരുന്നു, അവിടെ കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു, 4 പേരുടെ പേയ്മെന്റിന് വേണ്ടി ഫോൺ ചെയ്യുന്നു, അവിടെ വേറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. അപ്പൊ അഡ്മിനിസ്ട്രേഷന്റെ പ്രോബ്ലം ഉണ്ട്, വണ്ടിക്കാരൻ വന്നില്ല, കുണ്ടിക്കാരൻ വന്നില്ല, വണ്ടിയുടെ പുറകിൽ പോയി, കുണ്ടിയുടെ പുറകിൽ പോയി, അങ്ങനെ നമ്മുടെ എങ്ങനെയെങ്കിലും നമ്മള് ഇത് നടത്തിക്കൊണ്ട് പോവാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പേ അറ്റൻഷൻ. ഈ അമ്മാവന്റെ മോൻ കാരണം പല പ്രശ്നങ്ങൾ വന്നു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അത് പിന്നെ നോക്കാം. ഇപ്പൊ ഏതായാലും നമ്മള് അവനെ വെച്ചിട്ട് നമുക്ക് പുറത്തെങ്കിലും പോകാൻ ഒക്കുന്നുണ്ടല്ലോ. ഈ പ്രശ്നം, ഈ അമ്മാവന്റെ മോൻ കാരണം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം, അവൻ അറിയില്ലായ്മ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് നമ്മൾ പറഞ്ഞു നമ്മൾ പിന്നെ നോക്കാം. പിന്നെ ഈ അഡ്വാൻസ് എങ്ങനെ മേടിക്കണം അതറിയത്തില്ല. അപ്പൊ ക്രെഡിറ്റ് കൊടുത്ത് ബിസിനസ് ചെയ്തു. ക്രെഡിറ്റ് കൊടുക്കുന്ന പ്രശ്നങ്ങൾ വരുന്നത് പിന്നെയാണ്. ഒരു സമയം കഴിയുമ്പോ നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആവുമ്പോ നമ്മള് ആപ്പിലാവും, നമ്മൾ പ്രശ്നത്തിൽ വരും. ദിസ് ഈസ് നോൺ ആസ് ദ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി. സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അത് നമ്മൾ ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പല പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി. ഈ അമ്മാവന്റെ മോൻ കാരണമുള്ള പ്രശ്നങ്ങൾ നമ്മളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്രെഡിറ്റ് കൊടുക്കുന്ന കാരണം ഇപ്പൊ 3 മാസവും 4 മാസവും ക്രെഡിറ്റ് കൊടുത്തിട്ട് കാശ് തിരിച്ചു കിട്ടാത്ത ഒരു പരിസ്ഥിതി ആയിരിക്കുകയാണ്. അത് നമ്മളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർ യു വിത്ത് മീ ടിൽ നൗ? ഇഫ് യു വിത്ത് മീ, ജസ്റ്റ് ടെൽ മീ വിത്ത് മീ. WM. ആർ യു വിത്ത് മീ ടിൽ നൗ? either say yes or with me. അപ്പൊ നമ്മളെ ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ നമുക്ക് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ ഏതാണ്ടൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതൊരു 80% ക്വാളിറ്റിയാണ്, അത് 100% ക്വാളിറ്റി അല്ല. അപ്പൊ നമ്മൾ 80% ക്വാളിറ്റി വെച്ച് മാർക്കറ്റിൽ നമ്മൾ ഇറക്കി. അത് കാരണം ഭയങ്കര റിജക്ഷൻസ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ റിജക്ഷൻ എന്തിനാണ് വരുന്നത്? അത് ഞാൻ പിന്നെ നോക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഞാനല്ലല്ലോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്. അതിനെപ്പറ്റി ഞാൻ പിന്നെ ചിന്തിക്കാം. ഇത് പിന്നെ ചിന്തിക്കാം. എല്ലാത്തിനും ആൾക്കാർ എൻ്റെ ഇടയ്ക്കാണല്ലോ വരുന്നത്. എല്ലാ ജോലിക്ക് വേണ്ടിയും, can you hear me now? എല്ലാ ജോലിക്ക് വേണ്ടിയും ആൾക്കാർ എൻ്റെ ഇടയ്ക്കാണല്ലോ വരുന്നത്. അതെന്താണ് അങ്ങനെ? അത് പിന്നെ നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം പോയി നമ്മുടെ ഗോഡൌണിലുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് നാളെ നമ്മുടെ സമീറിന്റെ പ്രോഗ്രാം, നമ്മുടെ ഡെലിവറി ഉണ്ട്, നമ്മുടെ ഷാജുയുടെ നമുക്ക് കളക്ഷൻ ചെയ്യണം. അത് നമ്മൾ ആദ്യം ചെയ്യാം. ഇത് പിന്നെ നോക്കാം. ഈ അമ്മാവന്റെ പ്രോബ്ലം പിന്നെ സോൾവ് ചെയ്യാം. അങ്ങനെ ഇപ്പോ ഉള്ള നിലവിലുള്ള പ്രോബ്ലം മോനെ ദിനേശ, ഈ ആദ്യം നീട്ടിവെച്ചിരിക്കുന്ന എല്ലാം പ്രോബ്ലം ആണ്. ഇപ്പം തന്നെ മടി കയറിയിരിക്കുന്നത്. ഇനിയും തനിക്കൊന്നും ചെയ്യാനില്ല. തനിക്ക് അറിയാവുന്ന അടവുകളൊക്കെ താൻ യൂസ് ചെയ്തു കഴിഞ്ഞു. ഇനിയും തനിക്ക് പഴയ അമ്മാവന്റെ മോൻ പ്രോബ്ലം സോൾവ് ചെയ്യാതെ താൻ പോകത്തില്ലടോ. താൻ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റിയിൽ അടിച്ചിരിക്കുന്നു. താന്റെ കേസ് സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റിയിൽ സെറ്റ് ആയിരിക്കുന്നു. യു ആർ ഇൻ ഇംഗ്ലീഷ് ഫക്ട്. അത് മലയാളത്തിൽ പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. I just don't know the word for Malayalam. You fucked. You just screwed. You just rogered. You just hammered. Appo ippam prashnam is your customers are screwing you, your suppliers are screwing you, your employees are screwing you. You don't know what to do.
This is known as the ceiling of complexity. താൻ ഈ നമ്പർ 2 ജോലി ചെയ്യുമ്പോ നമ്പർ 1 എങ്ങനെ ചെയ്യാം അത് തനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ നമ്പർ 2 താൻ അങ്ങ് തുടങ്ങി. അപ്പൊ ബില്ലില്ലാതെ നമ്പർ 2 താൻ അങ്ങ് തുടങ്ങിയപ്പോ അതൊക്കെ നല്ല സുഖമായിരുന്നു. ആ സമയത്തൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ GST ഇത് അവിടെ പേപ്പർ വർക്കൊക്കെ വന്നപ്പോ താൻ ആപ്പിലായി. എന്തിനാ? താൻ എന്ത് പറഞ്ഞു? ഈ GSTയും BSTയും ഒക്കെ നമ്മൾ പിന്നെ നോക്കാം, ഈ ബില്ലൊക്കെ നമ്മൾ പിന്നെ നോക്കാം, നമ്മളിപ്പം നമ്പർ 2 ചെയ്യാം. അപ്പൊ നമ്പർ 2ന്റെ പ്രോബ്ലം കാരണം നമ്പർ 2 ചെയ്യുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങളും നമ്മുടെ സോൾവ് ചെയ്യുന്നു, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നു, കുറച്ച് ടാക്സ് ഒക്കെ സേവ് ചെയ്യുന്നു. എന്നാലും നമ്പർ 2 ജോലി ചെയ്യുമ്പോൾ പിന്നെ ഒരു സമയം വരുമ്പോ നമ്പർ 1 മാത്രം ജോലി ചെയ്യുന്ന ഒരു സമയം വരുമ്പോ തനിക്ക് പൊങ്ങാൻ ഒക്കത്തില്ല. യു ഹവ് ഹിറ്റ് ദ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി. എന്തിനാ? തനിക്ക് നമ്പർ 2 മാത്രം അറിയാവോ? തന്റെ ടീമിനും നമ്പർ 2 അറിയത്തില്ല. തനിക്ക് നമ്പർ 1 അറിയത്തില്ല. അതിനുവേണ്ടിയുള്ള പഠിപ്പില്ല, അതിനുവേണ്ടിയുള്ള മനസ്സിപ്പയില്ല, അതിന് പുറത്തിറങ്ങാൻ തന്നെ കൊണ്ട് സാധിക്കുന്നില്ലടോ. And that is known as the ceiling of complexity. കഴിവില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങി. നമ്മളെക്കാട്ടിലും കുറവ് കഴിവുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവന്മാർക്ക് നമുക്ക് 100% അറിയാമെങ്കിൽ എന്തെങ്കിലും, ഇവന് ഒരാൾക്ക് 20 അറിയാം, ഒരാൾക്ക് 10% അറിയാം, നമ്മൾ അറിയുന്ന 10% ഒരാൾക്ക് അറിയാം, പിന്നെ വേറെ ആൾക്ക് 30% അറിയാം, വേറെ ഒരാൾക്ക് 40% അറിയാം. എന്നാലും എല്ലാവർക്കും ഫുള്ളായിട്ട് ആർക്കും അറിയത്തില്ല. എല്ലാത്തിനും ഇവന്മാര് നമ്മുടെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെക്കാട്ടിലും കഴിവുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ അപ്പൊ ഇവന്മാര് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോ നമ്മൾ അവന്റെ പ്രോബ്ലം ചെയ്യുന്നു. പിന്നെ ഒരാൾ വന്നു, ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്തു. പിന്നെ ഒരാൾ വന്നു, ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്തു. പിന്നെ ഒരാൾ വന്നു, പ്രോബ്ലം സോൾവ് ചെയ്തു. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ട്, എന്നാലും പ്രോബ്ലം സോൾവ് ആവുന്നില്ല. ഈ ആള് വരുമ്പോ അയാളുടെ അപ്പുറത്തെ പ്രശ്നം സോൾവ് ആവും, എന്നാലും ഇവന്റെ കൂടെ തന്നെ ജീവിതകാലം കിടക്കണ്ടേ നമുക്ക്. ആ പ്രശ്നത്തിന്റെ സോൾവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായി? ഇപ്പം നമ്മളെക്കാളിലും കഴിവില്ലാത്ത ആൾക്കാരുടെ കൂടെ നമുക്ക് ജോലി ചെയ്യാൻ അറിയാം, കഴിവുള്ള ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ അറിയത്തില്ല. വി ഹാവ് ഹിറ്റ് ദ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി. അങ്ങനെ ഞാൻ വേണമെങ്കിൽ രാത്രി ഫുൾ ഒരു 10-50 എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ഇനിയുള്ള എക്സാമ്പിൾ നിങ്ങൾ തന്നെ മനസ്സിനകത്ത് വിചാരിച്ചെടുക്കണം. എന്തൊക്കെയാണ്? സിസ്റ്റം ഇല്ലാതെ ജോലി ചെയ്തു. അപ്പൊ സിസ്റ്റം ഇല്ലാതെ ജോലി ചെയ്യുമ്പോ എല്ലാം നിങ്ങളുടെ അടുത്ത് വരുന്നു. എല്ലാം നിങ്ങളുടെ അടുത്ത് വരുമ്പോ നിങ്ങൾ ഓരോന്നായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. പിന്നെ പ്രോബ്ലം എപ്പോഴാണ്? വലിയ രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോ, സിസ്റ്റം ഇല്ലാതെ കമ്പനി നടക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകുന്നു. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി. Are you with me? If you're with me, just say with me. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കണം, എന്താടോ മുണ്ടക്കൽ ശേഖര നന്നാവാത്ത? നമ്മൾ ചോദിക്കത്തില്ല, നമുക്ക് നാണമാണ്, നമ്മൾ ചോദിക്കത്തില്ല. ഞാനൊരു അശോക് കുമാർ, ഞാനൊരു ഷമീർ, ഞാനൊരു ഭയങ്കര സംഭവമല്ല, താനൊരു കുന്തമല്ലടോ. Are you with me? So we have all hit the ceiling of complexity. കേരളത്തിൽ ജോലി ചെയ്ത് കേരളത്തിന്റെ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി നമ്മളെ അടിച്ചു മാറും. ഇത് ഫിനിഷ് ചെയ്തിരിക്കും. പുറത്തുപോയി ജോലി ചെയ്യുമ്പോ അതിന്റെ ഒരു സുഖം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോ അതിന്റെ ഒരു സുഖം നമുക്കറിയത്തില്ല. നമ്മൾ ഈ തൃശ്ശൂരിന്റെ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റിയിൽ സെറ്റായി. So this is the problem, my dear friends. So, my dear friends, all growth happens in stages. അപ്പൊ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മുടെ ചില നോളജ് ഉണ്ട്, നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മുടെ ഒരു സ്കില്ലുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് ചില സ്വഭാവങ്ങളുണ്ട്.
നമ്മളിപ്പം നിലവിലുള്ള ചില സ്ട്രാറ്റജീസ് ഉണ്ട്, പിന്നെ നിലവിലുള്ള ചില ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു സക്സസ് എക്സഗോൺ ഉണ്ട്, നമ്മുടെ ഒരു അറിവുണ്ട്. അശോക് കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ നമ്മുടെ ഒരു അറിവുണ്ട്, നമുക്കൊരു കഴിവുണ്ട്, നമുക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് സ്വഭാവങ്ങളുണ്ട്, നമ്മുടെ കുറച്ച് ഇതിനെയൊക്കെ വെച്ചാണ് നമ്മൾ ഇപ്പം വരെ ഉള്ള സംഗതി നീക്കിയിരിക്കുന്നത്. Now the thing is, my dear friends, now no further growth is possible with the same knowledge. ഇനി നിങ്ങൾക്ക് ഈ നിലവിലുള്ള നോളജിനെ വെച്ച് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ ഒക്കത്തില്ല. നിലവിലുള്ള ആറ്റിറ്റ്യൂഡ്സ് വെച്ച് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ ഒക്കത്തില്ല. നിലവിലുള്ള സ്കിൽസ് വെച്ച്, കഴിവ് വെച്ച് നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകാൻ ഒക്കത്തില്ല. നിലവിലുള്ള സ്ട്രാറ്റജീസും സ്വഭാവങ്ങളും വെച്ച് നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ സെറ്റായി കഴിഞ്ഞു. 10-20 കൊല്ലം കൊണ്ട്, 10 കൊല്ലം കൊണ്ട്, 5 കൊല്ലം കൊണ്ട് സ്വഭാവങ്ങൾ സെറ്റായി. ഈ നിലവിലുള്ള നോളജും ആറ്റിറ്റ്യൂഡ്സും സ്കിൽസ് വെച്ച് ഇനി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ ഒക്കത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് എ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി. എവിടം വരെ എത്താൻ പറ്റി അവിടം വരെ എത്തി. ഇനി നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. Are you with me? Just raise your hand if you're with me. Just raise your hand if you're with me. ഇനി നിങ്ങൾ അവിടെ ഇട്ട് ഇങ്ങനെ വണ്ടി കറക്കിയുണ്ട്. എന്തിനാ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്നു. I cannot do, I can just do what I know. So no further growth is possible with the same success hexagon. And that is what I call the ceiling of complexity. In a chala casil, ceiling of complexity, chala casilum, chala areasilum, chala casilum, chala alkade casil, is ceiling of complexity permanent ആയിരിക്കുന്നു. അവ മുമ്പിലോട്ട് പോകത്തില്ല. In the case of certain people, in the case of certain, cases, ഈ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി പെർമനന്റ് ആയിരിക്കുന്നു. ഇത് ബ്രേക്ക് ചെയ്യാം, ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. ബട്ട് ചില കേസിൽ ഈ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റി പെർമനന്റ് ആയിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാണ്? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഈ നമ്പർ 2ന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഈ കഴിവില്ലാത്ത ആൾക്കാരുടെ കൂടെ ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഈ കേരളത്തിൽ മാത്രം ജോലി ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഈ ബില്ലില്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഈ വിഷൻ ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഈ സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ തേരാപ്പാറ ഏത് ജോലിയും നമ്മുടെ വടി വരുമ്പോ എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി റെഡി ആവുന്ന നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മുടെ എക്സ്പീരിയൻസ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളെ മാത്രമേ അറിയത്തുള്ളൂ. അറിയാൻ വയ്യാത്ത പഠിക്കാൻ നമുക്ക് മനസ്സില്ല. അപ്പൊ നമ്മൾ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റിയിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയണം നിർബന്ധം പിടിച്ചാൽ മാത്രമേ താൻ ഈ സീലിംഗ് ഓഫ് കോംപ്ലെക്സിറ്റിയിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട്. ഗ്യാരണ്ടി അവർക്കൊന്നും ഇല്ല. ഒന്നിന്റെ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. താൻ പഠിക്കുവോ ഇല്ലേ, തന്നോട് ഞാൻ പറഞ്ഞാൽ താൻ ചെയ്യുവോ ഇല്ലേ, അത് തനിക്ക് തന്നെ ഗ്യാരണ്ടി തരേണ്ടി വരും. I can't give guarantee for you. You have to give guarantee for yourself. And this is known as the ceiling of complexity, my dear friends. നമ്മുടെ ഏറ്റവും വലിയ problem is experience. Experience is a stage where you become comfortable with your ignorance. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുന്നു. അറിയാനുള്ള ആഗ്രഹമില്ല നിങ്ങളുടെ കയ്യിൽ. പിന്നെ
പല ഫ്രീ പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഈ ഫ്രീ ഈ പൈസ ഇന്ന് ഞാനിപ്പോ ഇതിനു വേണ്ടി ഒരു 10,000 ചോദിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ തരത്തില്ല. നിങ്ങളുടെ ഡെഡ് ബോഡി പോലും ഇവിടെ കിട്ടത്തില്ല. ഇത് ഫ്രീയിലാണ്, അതുകൊണ്ട് നിങ്ങൾ വന്നു. പിന്നെ ഈ കേരളക്കാരന് ഈ ഫ്രീന്റെ ഭയങ്കര ഒരു സ്വഭാവം കിട്ടി. ടേക്ക് 1 ടേക്ക് 2 ഫ്രീ. അത് ഈ ദുബായിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു 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 ഹാബിറ്റാണ്. പിന്നെ എല്ലാം ലാസ്റ്റ് മൂമെന്റ് വരെ വെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ഇനി എന്ത് ഡിസ്കൗണ്ട് കിട്ടും, അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറി. ആദ്യത്തെ അറിവിൽ തന്നെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ലടോ നിങ്ങൾക്കൊക്കെ. ഇപ്പൊ ഞാനൊരു നല്ല കാര്യം പറഞ്ഞു, അതിനു വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി തന്നോട് പറഞ്ഞാൽ താൻ തന്റെ ബുദ്ധിയും യൂസ് ചെയ്ത് ഇരിക്കും. And that is the biggest problem, and it's known as the ceiling of complexity. You only know what you know, you don't know what you don't know, and you have no inclination to know. That's the fucking problem. That is the problem. You know what you know, you don't know what you don't know. അന്നാ തനിക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് ഒരു 50,000 രൂപ താന്ന് പറഞ്ഞാൽ തന്റെ പൊടി പോലും അവിടെ കാണത്തില്ല. തനിക്ക് അറിയത്തില്ലെങ്കിൽ പഠിക്കണോളൂ. And that is the most important thing. Now, within each stage, we gain experience by solving problem and transacting business. നമ്മുടെ ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ബില്ലില്ലാതെ ജോലി ചെയ്യുമ്പോൾ ഒരു സർവീസ് ടാക്സ് റെയ്ഡ് അല്ലെങ്കിൽ GST റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നപ്പോൾ ആ ഇൻസ്പെക്ടർ നമ്മൾ ഒരു 10, 500, 1000, 5000 രൂപ കൊടുത്ത് നമ്മൾ അതിനെ സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ സെറ്റിംഗ് ബിസിനസ് അറിയാം. അപ്പൊ നമ്മുടെ എന്തുവാ തോന്നൽ, ഈ സെറ്റിംഗ് ചെയ്ത് നമ്മൾ ഇൻഫോസിസ് ഉണ്ടാക്കും. തന്റെ അച്ഛൻ പോലും വിചാരിച്ചാൽ നടക്കത്തില്ല. ഈ സെറ്റിംഗ് ചെയ്ത് നമുക്ക് ഏഷ്യൻ പെയിന്റ്സ് ഉണ്ടാക്കാം, തന്നെ കൊണ്ട് സാധിക്കത്തില്ലടോ. ഈ സെറ്റിംഗ് ചെയ്ത് നമുക്ക് വലിയ സ്ഥാപനം ഉണ്ടാക്കും, ഒക്കത്തില്ലടോ, നടക്കത്തില്ല. സോ നിങ്ങൾ ഓരോ സ്റ്റേജിലും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ തുടങ്ങി. ബില്ലില്ലാതെ എങ്ങനെ ജോലി ചെയ്യണം, കഴിവില്ലാത്ത ആൾക്കാരുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് വി ഗെയിൻ എക്സ്പീരിയൻസ് ബൈ സോൾവിങ് പ്രോബ്ലംസ്. നമ്മളെ ഓരോ ബിസിനസ്സും ട്രാൻസാക്ട് ചെയ്യുന്നു. ഹൗവർ ദിസ് എക്സ്പീരിയൻസ് ഹാസ് എ പ്രൈസ്. ഇതിന്റെ ഒരു വിലയുണ്ട്. ഈ എക്സ്പീരിയൻസ് ഇത് പന്ന എക്സ്പീരിയൻസാ. ഈ എക്സ്പീരിയൻസിന്റെ ഒരു വിലയുണ്ട്. നാളെ ഈ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഭാരമായിട്ട് മാറും. ഒരു വിഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്നു, ഒരു പഠിപ്പില്ലാതെ ജോലി ചെയ്യുന്നു, ഒരു സ്കില്ലില്ലാതെ ജോലി ചെയ്യുന്നു, ഒരു കഴിവുകൾ ഡെവലപ്പ് ചെയ്യാതെ ജോലി ചെയ്യുന്നു, നമ്മൾ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യാതെ നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മുടെ ആൾക്കാരുടെ കേപ്പബിലിറ്റീസും നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇന്റർവ്യൂയിങ് എബിലിറ്റി, നമ്മുടെ ലീഡർഷിപ്പ് എബിലിറ്റി, നമ്മുടെ മാനേജറൽ എബിലിറ്റി, നമ്മുടെ ഓൺട്രപ്രനറിയൽ എബിലിറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് എബിലിറ്റി, നമ്മുടെ പ്രസന്റേഷൻ എബിലിറ്റീസ്, നമ്മുടെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എബിലിറ്റീസ്, നമ്മുടെ പീപ്പിളിനെ റിക്രൂട്ട് ചെയ്യുന്ന സോഴ്സ് ചെയ്യുന്ന എബിലിറ്റി, നമ്മുടെ പീപ്പിളിനെ അബ്സോർബ് ചെയ്യുന്ന എബിലിറ്റി, പീപ്പിളിനെ ഡെവലപ്പ് ചെയ്യുന്ന എബിലിറ്റി, പീപ്പിളിനെ ഡിപ്ലോയ് ചെയ്യുന്ന എബിലിറ്റി, പീപ്പിളുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്ന എബിലിറ്റി, പീപ്പിളിനെ റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ ചെയ്യുന്ന എബിലിറ്റി, പീപ്പിളിനെ എൻഗേജ് ചെയ്യുന്ന എബിലിറ്റി, പീപ്പിളിനെ റീറ്റെയിൻ ചെയ്യുന്ന എബിലിറ്റി നമുക്ക് അറിയത്തില്ലടോ. പഠിക്കാനും മനസ്സില്ല. Ceiling of complexity. Have you understood ceiling of complexity? COC, ceiling of complexity. Just write COC if you've understood ceiling of complexity. ഇനി നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യണം. നമുക്ക് എല്ലാത്തിനും സമയമില്ല.
the ceiling of complexity. If you understood, just write COC, and all of you are saying COC, ceiling of complexity. നമ്മുടെ ലൈഫിനെ കോംപ്ലക്സ് ചെയ്ത് ചപ്പലും ഇട്ട് ടീഷർട്ടും ഇട്ട് നമ്മൾ ഓഫീസിൽ പോന്നു. ചപ്പലും ഇട്ട് ടീഷർട്ടും ഇട്ട് നമ്മൾ ഓഫീസിൽ പോന്നു. ചപ്പലും ഇട്ടു ടീഷർട്ടും ഇട്ട് നമ്മൾ ഓഫീസിൽ പോന്നു. ചപ്പലും ഇട്ടു ടീഷർട്ടും ഇട്ട് നമ്മൾ ഓഫീസിൽ പോന്നു. കുറെ നാൾ കഴിയുമ്പോ നമുക്ക് തോന്നുന്നു ചപ്പലും ഇട്ടല്ലേ ബിസിനസ് ചെയ്യേണ്ടത്. പിന്നെ നാളെ നമുക്ക് കൊളാബറേഷൻ ചെയ്യണ ഒരു നല്ല പാർട്ടിയുടെ കൂടെ അവൻ കോട്ടും ടൈയും ഷൂവും ഒക്കെ ഇട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? ഓ, അവൻ വലിയ, നമ്മൾ ചപ്പൽ മതി. ചപ്പലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് പോയി കാണാം. അപ്പൊ താനൊരു ചപ്പലാവും. എന്തിനാ? തനിക്ക് ചപ്പലും ഇട്ട് ജോലി ചെയ്യുന്ന അറിയാം. ഷൂ ഇട്ട് കോട്ടിട്ട് എങ്ങനെ ജോലി ചെയ്യണം തനിക്ക് അറിയത്തില്ല, അറിയാനുള്ള ആ മനസ്സും ഇല്ല. ദാറ്റ്സ് നോൺ ആസ് സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി. ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പല പ്രോബ്ലം സോൾവ് ചെയ്യാതെ പോകുന്നു. ഇത് നമ്മുടെ കോംപ്ലക്സിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു സ്റ്റേറ്റ് വരും, ഒരു പോയിന്റ് വരും. അറ്റ് എ സർട്ടൺ പോയിന്റ് the growth of complexity prevents any further growth of capacity, performance and achievement. ഇനിയും ഒരു പുതിയ കഴിവ്, പുതിയ ലെവലിലെ പെർഫോമൻസ്, പുതിയ അച്ചീവ്മെന്റ് നടക്കാൻ ഒക്കത്തില്ല. അറ്റ് എ സർട്ടൺ പോയിന്റ് ദ ഗ്രോത്ത് ഓഫ് കോംപ്ലക്സിറ്റി. എന്തിനാ? ഇപ്പം നമ്മുടെ കോംപ്ലക്സിറ്റി ഒത്തിരി കൂടിയിരിക്കുകയാണ്. വിത്ത് ഈച്ച് സ്റ്റേജ്, while solving problem, we are also not solving problem. നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പല പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. ആർ യു വിത്ത് മീ? നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ പല പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം ആ സോൾവ് ചെയ്യാതെ പോയിരിക്കുന്ന പ്രോബ്ലംസ് ആണ് ഏറ്റവും വലിയത്. So my dear friends, no further progress is possible because a present stage of growth is loaded with the complexity of experience. നിങ്ങളുടെ പ്രസന്റ് സെറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് ലോഡഡ് വിത്ത് കോംപ്ലക്സിറ്റി ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ കോംപ്ലക്സിറ്റി ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തുവാണ്? ഇതാണ് ലാസ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ ലൈഫിനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ചെയ്തു. ഇത് മാത്രം വായിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് കംസ് ഫ്രം ഡൂയിങ് തിങ്സ് ഇൻ എ സർട്ടൺ വേ ഫോർ എ ലോങ് പീരീഡ് ഓഫ്. ഒരു നീണ്ട കാലം നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇപ്പം ഫേസ് ചെയ്യുന്നത്. ഒരു നീണ്ട കാലം ഒരു സ്റ്റൈലിൽ, ഒരു ശൈലിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലക്സിറ്റി ആണ് നമ്മൾ ജോലിയിൽ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എത്ര ലോങ് വർക്ക് ചെയ്താലും, now working harder or longer is no longer works. In fact, it becomes counterproductive. എന്നാൽ ഇനിയും കുറച്ചുകൂടെ വർക്കിംഗ് ഹാർഡ് എന്ന മലയാളത്തിൽ എന്താ പറയുന്നത്? വർക്കിംഗ് ഹാർഡ്. So now working harder and longer. ഇനിയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ലോങ് വർക്ക്, ഇനിയും പരിശ്രമം, whatever you call it. ഇനിയും now കഠിന അധ്വാനവും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യം. ഇനിയും ലോങ് വർക്ക് ചെയ്തിട്ടും ഇനിയും നിങ്ങൾ ഞാൻ 6 മണി വരെയല്ലേ ജോലി ചെയ്യുന്നത്, അപ്പൊ ഞാൻ രാത്രി 9 മണി വരെ ജോലി ചെയ്യും. താൻ 9 മണി വരെ ചെയ്താൽ കോംപ്ലക്സിറ്റി കൂടത്തുള്ളൂ. ഇനിയും കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാൽ തന്റെ കേസ് കുറച്ചുകൂടെ പോക്കാം. അപ്പൊ ഹാർഡ് വർക്ക്
and lot of work and lot of time and effort is not the solution. The solution is to come out of the complexity. നമ്മൾ ഈ കോംപ്ലക്സിറ്റി എന്നാണ് പുറത്തു വരേണ്ടത്. അപ്പോൾ there is a need for new set of concepts. പുതിയ കോൺസെപ്റ്റ്സും പുതിയ സ്ട്രാറ്റജീസ് is needed to achieve a new stage of simplicity. നമ്മൾ കോംപ്ലക്സിറ്റിന്ന് സിംപ്ലിസിറ്റിയിലോട്ട് പോകണം. That is needed. അപ്പൊ എന്ത് വേണ്ടി വരും? പുതിയ തിങ്കിങ്, പുതിയ കമ്മ്യൂണിക്കേഷൻ, പുതിയ ആക്ഷൻ. എന്തിനു വേണ്ടി? Because that will enable us to break through the ceiling. ആ സീലിംഗ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പുതിയ തിങ്കിങ്, പുതിയ കമ്മ്യൂണിക്കേഷൻ, പുതിയ ആക്ഷൻ വേണം. ഇനിയും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ വെച്ച് കേൾക്കണം. Every complexity is also because of some relationships. ഓർമ്മയുണ്ടോ അമ്മാവന്റെ മോൻ? ഓർമ്മയല്ലേ? അമ്മാവന്റെ മോൻ. നമ്മൾ ഓരോ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ റിലേഷൻഷിപ്സ് ഉണ്ടാക്കും. Are you with me till now? എന്റെ മലയാളം ഇത്രയൊക്കെ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ എല്ലാ ഓരോ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം പുറത്തു പോകണം. അപ്പൊ ഈ നമ്മളെ ഈ അമ്മാവന്റെ മോനെയാണ് കൊണ്ടുവന്ന് നമ്മൾ അവിടെ കൊണ്ട് കയറ്റി വെച്ചിരിക്കുന്നത്. അവൻ ഉണ്ടാക്കിയിരിക്കുന്ന തരികിട അതാണ് നമ്മൾ ഇപ്പൊ എന്താ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൗ ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില സ്വഭാവങ്ങളും ഹാബിറ്റ്സും ഇട്ടു. ഇനി നമുക്ക് അടുത്ത ഗോളിലോട്ടാണ് പോകേണ്ടത്. ആ സ്ട്രക്ചർ, ആ റിലേഷൻഷിപ്പും ആ ഹാബിറ്റ്സും ഇനിയും യൂസ്ഫുൾ അല്ല. So every complexity, my dear friends, ladies and gentlemen, is because some relationships നമ്മൾ ബിൽഡ് ചെയ്തു. Because of some structure നമ്മൾ ബിൽഡ് ചെയ്തു. ചില സ്വഭാവങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തു. ഓരോ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേഷൻഷിപ്പും സ്ട്രക്ചറും ഹാബിറ്റ്സും ബിൽഡ് ചെയ്തു. Now the above give rise to ഈ സ്ട്രക്ചറും റിലേഷൻഷിപ്പും ഹാബിറ്റ് now gives to the rise to the ceiling of complexity. ഇനി നമുക്ക് വലിയ ഗോൾസ് അച്ചീവ് ചെയ്യണം. അപ്പൊ സെയിം സ്ട്രക്ചർ, സെയിം റിലേഷൻഷിപ്പ്, സെയിം ഹാബിറ്റ്സ് വെച്ച് നമുക്ക് മുമ്പിലോട്ട് പോകാൻ ഒക്കത്തില്ല. Are you with me? Are you with me? So I wanted to probably get married. So I got married to a boy. Now I want to produce a child. Can this marriage work? Yes or no? Just tell me. I got married. I wanted to get married. I solved the problem by getting married to a boy. Now I want to bloody have a child. Can this boy help me? Yes or no? No, you can't. അതിനു വേണ്ടി പെണ്ണിന്റെ കൂടെ കല്യാണം കഴിക്കേണ്ടി വരും സന്തോഷ് നായർ. താൻ എത്ര ഷോട്ട് അടിച്ചാലും ഇത് നടക്കത്തില്ല. Are you with me, my dear friends? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ കയ്യിൽ ഒരു ബോയ് ഉണ്ട്, നമ്മൾ കല്യാണം കഴിഞ്ഞിരിക്കും. നമുക്കൊരു കൊച്ചുണ്ടാക്കണം, അത് പെണ്ണ് വേണം. അപ്പൊ ആ റിലേഷൻഷിപ്പും ആ സ്ട്രക്ചറും ആ ഹാബിറ്റും ഇനിയും നടപ്പിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല. We hit the ceiling of complexity. Now, see the problem with people. People become prisoners of their success sometimes for the rest of their life. അപ്പൊ നമ്മുടെ കേസ് എന്തുവാ? നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് പോലും നമ്മൾ if we stand still, we will fall.
അപ്പൊ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് നമുക്കൊന്നും പഠിക്കാനുള്ള മനസ്സും വരത്തില്ല. എന്തിനു? ബിക്കോസ് വി ആർ ടയേർഡ്, വി ആർ അപ്സെറ്റ്, വി ആർ ഫ്രസ്ട്രേറ്റഡ്, വി ആർ ആംഗ്രി. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഇസ് നോ ടൈം ടു തിങ്ക്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, ഇതിനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ, എനിക്കൊരു പുതിയ നോളജിന്റെ ആവശ്യമില്ലേ, എനിക്കൊരു പുതിയ സ്കില്ലിന്റെ ആവശ്യമില്ലേ, എനിക്ക് പുതിയ സ്വഭാവങ്ങളുടെ ആവശ്യമില്ലേ, ആരാണ് എന്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്, ഏത് ഗുരുയുടെ അടുക്കെ പോയാൽ, ഏത് സ്ട്രക്ചറിന്റെ അടുക്കെ പോയാൽ, ആരുടെ അടുക്കെ പോയാലാണ്, ഇൻഡോ ട്രാൻസ് വേൾഡിന്റെ അടുക്കെ പോയാൽ എന്റെ പ്രോബ്ലം സോൾവ് ആവുമോ? ഇസ് ദിസ് ദ റൈറ്റ് പ്ലേസ് ടു ഗോ? നൗ മൈ ഡിയർ ഫ്രണ്ട്സ്, യു ഹിറ്റ് ദ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി. പല ആൾക്കാരും ഈ കോംപ്ലക്സിറ്റിയുടെ പ്രിസണേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. പ്രിസണേഴ്സിന് മലയാളത്തിൽ എന്തുവാ പറയുന്നത്? They become prisoners of this complexity. എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. We just running. We just don't have it. And പിന്നെ നമ്മൾ ഒത്തിരി ടയേർഡ് ആയിരിക്കും. And so, my dear friends, that's the basic game. And you are unable to build an autopilot organization. ഇത് കാരണം നമുക്കൊരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ, an organization that runs on its own, നമ്മളില്ലാതെ ഒരു സ്ഥാപനം താനെ നടന്നു പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുന്നില്ല. അതിനെ ഓട്ടോ എക്സ്പോണൻഷ്യൽ ഓർഗനൈസേഷൻ ആക്കി മാറ്റി an organization that grows on its own നമുക്ക് ചെയ്യാൻ ഒക്കുന്നില്ല. അത് തന്നെ ആ ഓർഗനൈസേഷൻ ഓട്ടോ ട്രാൻസ്ഫോർമിംഗ് ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. സോ APO, AEO, ATO, auto pilot organization, auto exponential organization, auto transforming organization. An organization that runs on its own, grows on its own, transforms on its own. നമ്മളെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല. നമ്മുടെ കമ്പനിയിൽ നമ്മളില്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അതൊരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ which runs on its own, other auto exponential organization that grows on its own, other auto transforming organization that transforms on its own is not going to happen. അതുകൊണ്ട് നമുക്കൊരു പുതിയ സെറ്റ് ഓഫ് ഗോൾസിന്റെ ആവശ്യമുണ്ട്, ബിഗർ ഗോൾസിന്റെ ആവശ്യമുണ്ട്. ഈ ബിഗർ ഗോൾസ് ലോട്ട് പോണെങ്കിൽ നമുക്ക് പുതിയ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യേണ്ടി വരും, പുതിയ സ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ടി വരും, പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യേണ്ടി വരും. ഈ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ നമുക്ക് എന്ത് ക്യാപ്ചർ ചെയ്യാൻ ഒക്കും? ലാർജർ ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യാൻ ഒക്കും, ബെറ്റർ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കും. പുതിയ സ്ട്രക്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ക്യാപ്ചർ ചെയ്യാൻ ഒക്കും? പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ബെറ്റർ സപ്പോർട്ട് ഫോർ ലാർജർ ഓപ്പർച്യൂണിറ്റീസ്. ആ മുകളിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ നമുക്ക് പുതിയ സപ്പോർട്ടും ലാർജർ ഓപ്പർച്യൂണിറ്റീസിനെ ബെറ്റർ ഹാൻഡിൽ ചെയ്യാൻ ഒക്കും നമ്മളെ കൊണ്ട്. പിന്നെ പുതിയ ഹാബിറ്റ്സ് നമ്മൾ ബിൽഡ് ചെയ്താൽ നമുക്ക് എന്ത് ക്യാപ്ചർ ചെയ്യാൻ ഒക്കും? പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്താൽ വി വിൽ ബി ഇൻ എ പൊസിഷൻ ടു ഗോ ടു ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെന്റ്. ഇതൊക്കെയെല്ലാം നടക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. ദിസ് വിൽ ഹെൽപ്പ് us to let go of the current state of complexity. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് കോംപ്ലെക്സിറ്റി നമുക്ക് വിടേണ്ടി വരും. How many of you are ready to say goodbye to the present ceiling of complexity? Just say I. How many of you are ready to leave the present ceiling of complexity? ഇപ്പോഴത്തെ present ceiling of complexity നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോംപ്ലക്സ് സിറ്റുവേഷനെ നമ്മൾ തന്നെ ഇതിന്ന് ഊരി പുറത്ത് വരാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. There are many who are saying, I am ready to come out of it. ഒരാൾ നോക്കാം എന്നും പറഞ്ഞു, ഇയാൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. താൻ എന്ത് നോക്കാനടും? You're going to do nothing. If you're going to do it, you're going to do it. If you're not going to do it, you're not going to do it. And you got to take the decision right now, that I am ready to get out of the ceiling of God. എന്റെ ഇത്രയും കാര്യം 2 മണിക്കൂർ ഞാൻ സംസാരിച്ചത് തനിക്ക് മനസ്സിലായില്ലെങ്കിൽ തനിക്ക് ഒരു കുന്തവും അടുത്ത 20 കൊല്ലം മനസ്സിലാവത്തില്ല. You will not understand, or you don't want to understand. മനസ്സിലാക്കാനുള്ള
കഴിവില്ലായ്മ ഒന്നുമില്ല, മനസ്സിലാക്കാനുള്ള ആഗ്രഹം. And that is again known as the ceiling of complexity. അതൊരു ഹുങ്കുണ്ടല്ലോ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ താൻ പോയി മൽത്തടോ, താൻ പോയി ചെയ്ത് കാണിക്കുക. താൻ ഒരു കൊച്ചൗസേപ്പായി കാണിച്ച്, താൻ ഒരു യൂസുഫ് അലി ആയി കാണിക്കന്നെ, താൻ ഒരു PNC മേനനായി കാണിക്കന്നെ. തന്റെ കുണ്ടിൽ ശക്തി ഉണ്ടെങ്കിൽ താൻ കാണിക്കണോ? Are you with me, my dear friends? I am not here to waste your time and waste my time. So don't give me bullshit answers. If you're really interested, then let us do something about it. So my dear friends, the ceiling of complexity is a fact of life for everyone, everywhere. ഈ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഫാമിലിക്കകത്തുണ്ട്, നമ്മുടെ ബ്രദറുടെ കയ്യിലുണ്ട്, സിസ്റ്ററുടെ കയ്യിലുണ്ട്, നമ്മുടെ അമ്മയുടെ കയ്യിലുണ്ട്, അച്ഛന്റെ കയ്യിലുണ്ട്, ഫാദറുടെ കയ്യിൽ, ഉപ്പുപ്പാരുടെ കയ്യിലുണ്ട്. ദ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി നമ്മുടെ എംപ്ലോയിയും സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റിയിലാണ്. നമ്മുടെ അമ്മാന്റെ മോനില്ലേ, ഓർമ്മയുണ്ടോ? അമ്മാന്റെ മോൻ, അവനും സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റിയിലാണ്. അവന്റെ ഒരു ശൈലി, അവന്റെ ഒരു സ്റ്റൈല്, അവന്റെ ഒരു നോളജ്, അവനും സീലിംഗ് ഓഫ് കോംപ്ലക്സ്. അവനെ പൊക്കണം, അവനെ ബ്രേക്ക് ചെയ്യണം, അവനെ ഹിറ്റ് ചെയ്യണം, ബെൽറ്റിന്റെ താഴെ അവനും കൊടുക്കണം. എന്തിനാ? They all are in a ceiling of complexity. അമ്മാവന്റെ മോൻ, പിന്നെ വേറൊരാള്, പിന്നെ ഒരു GM, പിന്നെ ഒരു VP, പിന്നെ ഒരു CEO, ആരാവാം, എല്ലാവരും സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റിയിലാണ്. And that is why it is said the ceiling of complexity is a fact of life for everyone, everywhere. Breaking the ceiling of complexity is the biggest life skill. 21st century ഏറ്റവും വലിയ ലൈഫിന്റെ സ്കില്ലാണ് ബ്രേക്കിംഗ് ദ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി. ഏത് കഴിവില്ലെങ്കിലും നമുക്ക് നല്ലപോലെ പറയാൻ അറിയത്തില്ലെങ്കിൽ no problem, but the ability to break the ceiling of complexity on a continuous basis in 2022, you have to break it in 2025, you have to break it in 2030, you have to break it in 2035, you have to break it in 2040 once again. We have to break it regularly. So to break the ceiling of complexity, you need a personal paradigm shift. ഒരു പുതിയ ആളായിട്ട് നിങ്ങൾക്ക് മാറേണ്ടി വരും. A personal paradigm shift. And you will, if you do that, you will be in a position to bring the world to Kerala, bring the best talent to Kerala. How many of you are ready to break the ceiling of complexity? Just say I. I want to break the ceiling of complexity. Just say I. Is this a short journey or a long journey? Short aanenge yes, long aanenge L. Is it a short journey or a long journey? Long journey. Can you do it alone? Yes or no? Can you do it alone? Yes or no? നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ഒക്കുവോ? If the answer is yes, go ahead and do it. Thank you very much for the, so the question is, what is that you will have to do? എന്ത് ചെയ്യേണ്ടി വരും? ഈ ceiling of complexity എന്ന് പുറത്തു വന്ന ഒരു autopilot organization which runs on its own, or auto exponential organization which grows on its own, auto transforming organization which transforms on its own. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? Just tell me, what is that you will have to do? You will have to be ready to study
What is that you will have to do? You'll have to learn. What is that you will have to do? You will have to do to yourself. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? Not just read or write. What you will have to do? You will have to study, yes, but what is that you will have to do to yourself? You will have to do what to yourself? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? You will have to do what? You will have to upgrade. Yes, you are right. Out there, one second. Naeem Iqbal is saying transformation. Yes, now there is another. Nishar is saying transformation. Then there is Manish who is saying, yes, my dear friends, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ transform ചെയ്യേണ്ടി വരും. From a caterpillar to a butterfly, you will have to transform yourself. Yes, my dear friends, you will have to transform yourself. So the question is, yes, അങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങൾക്ക് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറണം, which means you will have to go through this caterpillar and you will have to get into a cocoon, and now you will have to develop new capabilities. പുതിയ കഴിവുകൾ, പുതിയ അറിവുകൾ, പുതിയ capabilities ബിൽഡ് ചെയ്ത് ഒരു മെറ്റമോർഫോസിസ്, ഒരു ക്രിസ്റ്റലിസ്, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തി നിങ്ങൾക്ക് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറണം. അങ്ങനെ മാറിയാൽ you will be a global player. And angana maranengil, you will have to think global, think wise, and you will have to think global, my dear friends. Now you will have to transform yourself. Yes, of course you will have to transform. How many times transformation? Etra prasham ningalku transform cheyendi varum? How many times you will have to transform, my dear friends? How many times you will have to transform? Etra prasham ningalku transform cheyendi varum? ഒരു ക്ലൂ ഞാൻ ഇപ്പം തന്നിട്ടുണ്ട് കുറച്ചു നേരം മുമ്പിൽ. It's a continuous process. Somebody is saying continuous process. How many times? Limitless. No need to do limitless life transformation. 3 പ്രാവശ്യം മാത്രം ട്രാൻസ്ഫോം ചെയ്താൽ മതി. 3 പ്രാവശ്യം. You'll have to transform 3 times. കൊച്ചൗസേപ്പ് ആവണമെങ്കിൽ 3 ട്രാൻസ്ഫോർമേഷൻ. യൂസുഫ് അലി ആവണമെങ്കിൽ 3 ട്രാൻസ്ഫോർമേഷൻ. ഈ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ റോൾ മോഡൽ PNC മേനൻ ആവണമെങ്കിൽ, കല്യാൺ രാമൻ ആവണമെങ്കിൽ 3 ട്രാൻസ്ഫോർമേഷൻ ടൈംസ്. 1 T2 T3 ട്രാൻസ്ഫോർമേഷൻ 1 2 and 3. ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ മീൻസ് I will have to do everything that I used to do. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. T1 is transformation 1, self to team. ഒരു നല്ല ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഡ്രീം ടീം ഉണ്ടാക്കണം. ആ ഡ്രീം ടീം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. There are 6 steps building a dream team. There are 6 characteristics of a dream team. ആ ഡ്രീം ടീമിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എക്സ്പേർട്സിനെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. So you will have to do 3 transformation. T1, T2, T3. You will have to do 3 transformation. The first transformation is T1, self to team. ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലിയും വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്പർ 2, നല്ലൊരു ടീം ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. T3 അതേ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ചെയ്യുന്ന ടീമിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ അവർ തന്നെയായിരിക്കും ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോകുന്നത്. ഇതാണ് ഇപ്പം വി ഗാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഇപ്പം മലബാർ ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഇപ്പം മുത്യൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. The first thing that people did was they transformed the company from self to team. ആ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ 2-ൽ they went into exponential growth. With that exponential growth came money. അതിൽ നിന്ന് ഒത്തിരി കാശ് കിട്ടി. ആ കാശ് വെച്ചാണ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. അങ്ങനെ സെൽഫ് ടു ടീം നമ്മൾ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ സക്സസ്ഫുൾ ആയാൽ നമ്മൾ ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ വിച്ച് റൺസ് ഓൺ ഇറ്റ്സ് ഓൺ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്ന ടീമിനെ മണത്ത് ഇൻവെസ്റ്റേഴ്സ് വരും, മണത്ത് വരും. എല്ലാ കാര്യവും തന്റെ പുറത്ത് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ people are not going to invest. If it's an autopilot organization, then people are ready to invest.
അങ്ങനെ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ റെഡിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് ദി ഓട്ടോ എക്സ്പോണൻഷ്യൽ ഓർഗനൈസേഷൻ വിച്ച് ഗ്രോസ് ഓൺ ഇറ്റ്സ് ഓൺ. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷനോടെ ചെയ്യാം വിച്ച് ഇസ് നോൺ ആസ് ദി ഓട്ടോ ട്രാൻസ്ഫോമിംഗ് ഓർഗനൈസേഷൻ വിച്ച് ട്രാൻസ്ഫോംസ് ഓൺ ഇറ്റ്സ് ഓൺ. അതാണ് 3 ട്രാൻസ്ഫോർമേഷൻ. Can you do it overnight? നാളെ രാവിലെ നമുക്ക് ചെയ്യാൻ നോക്കൂ. നാളെ രാവിലെ വരെ യെസ് ഓർ നോ? ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ, ഓട്ടോ എക്സ്പോണൻഷ്യൽ ഓർഗനൈസേഷൻ, ഓട്ടോ ട്രാൻസ്ഫോമിംഗ് നാളെ രാവിലെ നടക്കൂ? നടക്കത്തില്ല. ഇറ്റ്സ് എ ബിഗ് നോ. നാളെ രാവിലെ വരെ ഇത് നടക്കൂ? Is it possible for you to make it an auto pilot organization? Yeah, നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് സുഹേബ് പറയുന്നു. We can start. Can it be done overnight? And so you will have to go on a journey, my dear friends. അപ്പൊ കുറച്ചു നേരം മുമ്പ് ഞാൻ ചോദിച്ചു, is it a non-stop journey, long one? Yes, it's a long journey. ഒരു പുതിയ നീണ്ട ജേർണിയാണ്. ആ ജേർണിയാണ് നമുക്ക് എൻജോയ് ചെയ്യേണ്ടത്. ആ ഇൻഫോസിസിനെ ബിൽഡ് ചെയ്യുന്ന ജേർണിയാണ് എൻജോയ് ചെയ്യേണ്ടത്. ആ മലബാർ ഗോൾഡിനെ ബിൽഡ് ചെയ്യുന്ന ജേർണിയാണ് നമുക്ക് എൻജോയ് ചെയ്യേണ്ടത്. ആ ശോഭ ഡെവലപ്പേഴ്സിന്റെ ജേർണിയാണ് നമുക്ക് എൻജോയ് ചെയ്യേണ്ടത്. ആ വിഗാർഡിന്റെ ജേർണിയാണ് നമുക്ക് എൻജോയ് ചെയ്യേണ്ടത്. ആ ജേർണി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വി വിൽ നെവർ റീച്ച് എനിവെയർ. വി വിൽ ബി ഓൺ ദ ജേർണി. And from us there will be another generation that will take over. നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വേറെ ജനറേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യും. ആ ജേർണിയാണ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസാദ് മൂപ്പന്റെ ആ ജേർണി, ആസ്റ്റർ സിറ്റി or whatever it calls, that journey is beautiful. ഇന്ന് ആ ജേർണിയുടെ ഫൗണ്ടേഷൻ നിങ്ങൾ ഇടണം, മനസ്സ് വെക്കണം. It's a long journey. Why it is a long non-stop journey? അതൊരു non-stop journey ആണ്. Why long journey and non-stop? എന്തിന്? ഒരു ഏഷ്യൻ പെയിന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു യൂണിലിവർ ഉണ്ടാക്കണമെങ്കിൽ ലൈഫ് ടൈം സിസ്റ്റം ഇടണം, പിന്നെ ലൈഫ് ടൈം സ്ട്രക്ചർ ഇടണം, ലൈഫ് ടൈം പ്രോസസ്സസ് ഇടണം, ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. Can you do it alone? Can you do it alone? Can we do it all alone? നമുക്ക് തന്നെ ചെയ്യാൻ നോക്കും? Yes or no? Everybody is saying no. Definitely we can't do it alone. അങ്ങനെ ആണെന്നെങ്കിൽ ഇതുവരെ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞേനെ. ഒരു മലബാർ ഗോൾഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞേനെ, ഒരു കീടെക്സ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞേനെ. നിങ്ങൾക്ക് താനെ ചെയ്യാൻ ഒക്കുമായിരുന്നെങ്കിൽ. Whom will you require? Whom will you need? ആരുടെ ആവശ്യം വരും? നമുക്ക് തന്നെ ചെയ്യാൻ ഒക്കത്തില്ല. Definitely. We will require a mentor, of course, yes. We will require a team. We will require an expert. We will require a good team. Yes, my dear friends, we'll require a coach. Yes, my dear, need a mentor, a coach. You are right. You're right, my dear friends. You will need a community, my dear friends. ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ പിടിച്ചു വെക്കാനും, നിങ്ങളെ ശാസിക്കാനും, നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും, നിങ്ങളെ ബിൽഡ് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റി which will give and grow together globally. You will need hand holding. നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഹോൾഡിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം. You will need camaraderie. എല്ലാവർക്കും കൂടെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ഒരു ഗ്രൂപ്പ് വേണം. You will need a group of like-minded people who will give and grow together. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് Indo-Trans World Chamber of Commerce, where we give and grow together globally. അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പേരാണ്, അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കൂടെ വേണം. We will need a teacher. We will need a counselor. We will need a trainer, coach, advisor, mentor
ഒരു ടീച്ചറുടെ ആവശ്യം എന്തുവാണ്? ബിക്കോസ് ടീച്ചർ വിൽ ഗിവ് യു നോളജ്. ഇപ്പൊ 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നോളജ് തന്നുകൊണ്ടിരിക്കുന്നു. ഒരു ടീച്ചർ, ഒരു കൗൺസിലർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൗൺസിലർ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സാറിന്റെ വോയിസ് ബ്രേക്ക് ആവണ്ടേ. ഓക്കെ, can you hear me now? Yes sir, perfect. Okay, so what do you need? What do you need is നിങ്ങൾക്ക് ഒരു ടീച്ചറുടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ നോളജിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളുടെ ഒരു കൗൺസിലറുടെ ആവശ്യമുണ്ട്. നല്ല വർത്താനം പറയുന്നതല്ല, തൻ്റെ ചട്ടിക്കകത്ത് ബം വെക്കാനുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡ്, തൻ്റെ ഈ തോന്നിവാസം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, എനിക്കെല്ലാം അറിയാം, അതിൻ്റെ ഒരു ഹുങ്കുണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടീച്ചർ. വെറും വാക്ക് പറയുന്ന ഒരു ടീച്ചറല്ല, ചെയ്തും പ്രവർത്തിച്ചും. ഞാനൊരു പ്രൊഫസർ സന്തോഷ് നായർ ഒന്നുമല്ല, ഞാനൊരു കോളേജിലൊന്നും പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല. 100 പേരെ വെച്ച് അതിന് പ്രശ്നങ്ങൾ നേരിട്ട് പഠിപ്പിച്ച് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്ഥാപനം ഉണ്ടാക്കി. And that is why you need a trainer who will develop your skills. നിങ്ങളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രെയിനർ, നിങ്ങളുടെ ഹാബിറ്റ്സിനെ മാറ്റാൻ വേണ്ടി ശക്തി വെക്കുന്ന ഒരു കോച്ച്, നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ സ്ട്രാറ്റജീസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസർ, നിങ്ങളെ ക്രിയേറ്റിവിറ്റിയെ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെന്ററാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സ്ഥാപനം, ഒരു ടീച്ചർ. പിന്നെ ആ സ്ഥാപനത്തിന്റെ അകത്തൊരു പർപ്പസും വേണം. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിന്റെ പേരാണ് സ്മാർട്ട്. അതിന്റെ ചെയർമാനാണ് ഞാൻ. And we are into entrepreneur transformation, enterprise transformation, individual transformation. എല്ലാ ദിവസം രാവിലെ ഞാൻ എണ്ണിക്കുന്നത് നിങ്ങളെ പോലെ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാൻ. അതാണ് എൻ്റെ കോർ പർപ്പസ്, ടു പ്രൊവൈഡ് പാത്ത് ബ്രേക്കിംഗ് സൊല്യൂഷൻസ് ടു entrepreneurs, individuals and enterprise and develop radical shift in their mindset by enabling everlasting transformation so that they can scale greater heights in a dynamic and ever changing world of business. ഈ പർപ്പസിന് വേണ്ടി ഇണ്ടിക്കുന്ന 100 പേരാണ് ഞങ്ങളുടെ സ്ഥാപനം. Dedicated to the transformation of the small and medium entrepreneurs. എന്നെ പറ്റി ഞാൻ എന്ത് പറയാനാണ്? 200 ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീസിനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ പഠിപ്പാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. Right from Asian Paints, which is a global company, Procter & Gamble, Vicks ഉണ്ടാക്കുന്നു, Eureka Forbes and Signod worldwide, Signod, the ITW Signod, the worldwide packaging company, the worldwide company Airtel, Sodexo, in more than 50 countries Sodexo operates, Saint-Gobain, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ് കമ്പനി. ഇവരെല്ലാം പഠിപ്പിച്ച് അവരുടെ MD മാരുടെ ചട്ടിക്കകത്ത് ബം വെച്ച് അവരെ മൂവ് ചെയ്ത് അവരെ പേഴ്സണൽ കോച്ചിങ് ചെയ്ത് മതിയാക്കി നിങ്ങളുടെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ആളിന്റെ പേരാണ് സന്തോഷ് നായർ. ഇന്നും ഈ കമ്പനീസിൽ പോയാൽ ഗോദ്രേജ് ആവാം, ഹുണ്ടായി ആവാം, കൊക്കോകോളയുടെ ഓരോ ട്രക്കിന്റെ അകത്ത് കയറിയിരുന്ന് അവരുടെ വേൾഡ് വൈഡ് 7 സ്റ്റെപ്സിനെ ഇംപ്ലിമെന്റ് ചെയ്ത ഇന്ത്യയിൽ മഹേന്ദ്രയുടെ എല്ലാ ആൾക്കാരെയും റൈറ്റ് ഫ്രം ആനന്ദ് മഹേന്ദ്ര താഴെ വരെ പഠിപ്പിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ എത്രയോ വലിയ വലിയ കമ്പനീസിനെ, എല്ലാ ടൈപ്പിലെ കമ്പനീസിനെ, ഹൗസിംഗ് കമ്പനീസ് ആൻഡ് ജുവലറി കമ്പനീസ് ആൻഡ് ഓട്ടോമൊബൈൽ കമ്പനീസ് ആൻഡ് ലൈറ്റിംഗ് കമ്പനീസിനെ ട്രെയിൻ ചെയ്ത്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനീസിനെ ട്രെയിൻ ചെയ്ത് അവരെ ഒക്കെ ഒരു ലെവലിൽ എത്തിച്ച്, അവരെ ഒക്കെ ഒരു സ്റ്റേജിൽ എത്തിച്ച്, പഠിച്ചും പഠിപ്പിച്ചും കളി പഠിപ്പിച്ചും അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇവരെ മാത്രമല്ല, 25 ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനീസ് ലൈക്ക് LIC and Tata AIG and Max New York and HDFC, അങ്ങനെ ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രിയിൽ എത്രയോ കമ്പനീസിനെ ട്രെയിൻ ചെയ്തിട്ട്, അതുപോലെ തന്നെ MLM കമ്പനീസ്, അങ്ങനെ MLM കമ്പനി ആംബേ and Avon and Oriflame and Electrolux and AMC and Marikey and Tupperware and അങ്ങനെ ഏറ്റവും വലിയ സാമി ഡയറക്റ്റ് and Tians in China with 45 countries in the people ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ എത്രയോ ആൾക്കാരുടെ ലൈഫിനെ
15,000 SME sectors in there. Small and medium entrepreneurs like Ashok Mehta and Kaushal Mehta. Wallplast എന്ന് പറഞ്ഞ ബോംബെയിലെ കമ്പനി 35 കൊല്ലത്തിൽ 45 കോടിയുടെ ഈ കമ്പനി 35 കൊല്ലത്തിൽ 45 കോടിയുടെ ഈ കമ്പനി 5 കൊല്ലത്തിനകത്ത് 950 crores കമ്പനിയായി മാറി നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. ആന്ത്രപ്രനർ ഗുരുകുലം, അഡ്വാൻസ് ഗുരുകുലം, ഇക്കോസിസ്റ്റം ഗുരുകുലം, നിർവാണ ഗുരുകുലം, അതുപോലെ തന്നെ തോമസ് ജോണും അഗാപ്പെ ഡയഗ്നോസ്റ്റിക് 60 കൺട്രീസിൽ ജോലി ചെയ്യുന്ന തോമസ് ജോണും, അതുപോലെ തന്നെ മുഹമ്മദ് മദനി, ABC ഗ്രൂപ്പ് കണ്ണൂരിലിരിക്കുന്ന ഓരോ കമ്പനീസിനും ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ട്രെയിനർ, 350 വീഡിയോസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 2 ബുക്കിന്റെ ഓത്തർ, 38 കൊല്ലം കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പേരാണ് സന്തോഷ് നായർ. ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ കേരളത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാമിന് ആണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻഡോ ട്രാൻസ് വേൾഡ് ചേംബർ ഓഫ് കോമേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന 2 ദിവസത്തെ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം കോൾഡ് തിങ്ക് വൈസ് ആൻഡ് ഗോ ഗ്ലോബലിന് വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നു. തിങ്ക് വൈസ് ആൻഡ് ഗോ ഗ്ലോബൽ ഈ പ്രോഗ്രാം 2 ഡേയുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം. നിങ്ങൾ അവിടെ താമസിച്ചിട്ട് എന്റെ കൂടെ താമസിച്ചിട്ട് പഠിക്കും. ടൈഗർ സന്തോഷ് നായരാണ് അവിടുത്തെ ട്രെയിനർ. ഗ്രാൻഡ് ഹയത്തിലാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. ഈ ബ്യൂട്ടിഫുൾ ഹോട്ടലിൽ നമ്മൾ 8-ാം തീയതി 9-ാം തീയതി കൂടെ കാണുന്നു, പ്രവർത്തിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, പരസ്പരം മനസ്സിലാക്കുന്നു. ഇൻഡോ ട്രാൻസ് വേൾഡിന്റെ കൂടെ നമ്മൾ ഒരു പങ്കാളിയായിട്ട് മാറുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ എങ്ങനെയാണ് ആസ് എൻ ആന്ത്രപ്രനർ ട്രാൻസ്ഫോം ആവേണ്ടത്, അതുകൂടാതെ ഹൗ ഡു വി പ്രൊമോട്ട് അവർ സെൽസ് ടു ബിക്കം എ ഗ്ലോബൽ ഓർഗനൈസേഷൻ, നെറ്റ്വർക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ 6 കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. 1, the breaking of the ceiling of complexity. Concept number 1, the personal paradigm shift. ഒരു paradigm shift എങ്ങനെയാണ് നടത്തുന്നത്, the future based self ആയിട്ട് നമ്മൾ എങ്ങനെ മാറണം, 2 entrepreneur decisions എന്തുവാണ് നമുക്ക് എടുക്കേണ്ടത്, ഒരു നോ എൻടൈറ്റിൽമെന്റ് ആറ്റിറ്റ്യൂഡിന്റെ കൂടെ എങ്ങനെയാണ് ജോലി ചെയ്യുന്ന 2 എക്കണോമീസ് എന്തുവാണ് ഉള്ളത്, ഈ വേൾഡിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 6 കോൺസെപ്റ്റിന്റെ കൂടെ 6 സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കും. ദ entrepreneur ടൈം സിസ്റ്റം എന്ന് പറയുന്ന സ്ട്രാറ്റജീസും, the largest check in a പുറകിൽ എങ്ങനെയാണ് ഓടേണ്ടത്, the no office solution, the 3rd strategy, the R factor question, the referability habits നമ്മൾ പഠിക്കും, and delegation എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലതും. അതിന്റെ കൂടെ നമ്മൾ 9 ഗിയർ ആണ് മാറ്റേണ്ടത്. ഇന്ന് കൊച്ചൗസേപ്പ് ഇരിക്കുന്ന 9ാമത്തെ ഗിയറിലാണ്, ഇന്ന് യൂസുഫ് അലി ഇരിക്കുന്ന 9ാമത്തെ ഗിയറാണ്. നമ്മൾ അവിടെ എത്തണമെങ്കിൽ 9 ഗിയർ മാറണം. ആദ്യത്തെ ഗിയറിന്റെ പേരാണ് ദി അൺഫോർച്ചുനേറ്റ്. ഇവൻ ഒരു ചെറിയ കടയും വെച്ചിരിക്കുകയാണ്, അവൻ മുങ്ങിപ്പോവും. അവൻ ഒരു ലൈഫിൽ ഒരു ലെവലിൽ നിന്ന് ഒരു സൈക്കിളുടെ ഷോപ്പ് ഇട്ടിരിക്കുകയാണ്, അവൻ മുകളിലോട്ട് പോകത്തില്ല. ദാറ്റ്സ് നോൺ ആസ് ദി അൺഫോർച്ചുനേറ്റ്. ഗിയർ നമ്പർ 2 ഇസ് നോൺ ആസ് ജസ്റ്റ് ബ്രീതിങ്. ഒരു കോവിഡ് വന്ന ഫിനിഷ് ആയി പോകുന്ന ഒരാളാണ് അവൻ. 3ാമത്തെ സ്റ്റേജ് ഇസ് നോൺ ആസ് എ ബിസി ബി. ഭയങ്കര ബിസി 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 വെരി വെരി ബിസി 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 മൂത്രമൊഴിക്കാൻ സമയമില്ല, ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരു ആന്ത്രപ്രനർ ആണ് ഈ 3ാമത്തെ ലെവലില്. ഇവിടെയാണ് ആ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി സ്ട്രോങ് ആവുന്നത്. ആ ബ്ലാക്ക് കളറുടെ സീലിംഗ് ഓഫ് കോംപ്ലക്സിറ്റി, അതിനെയാണ് 97% ഓഫ് ആന്ത്രപ്രനേഴ്സ് ആർ ബിലോ ദിസ് ബ്ലാക്ക് സീലിംഗ്. 2%, 3% ക്രോസ് ദിസ് സീലിംഗ്. 4ാമത്തെ ഗിയർ ആണ് നോൺ ആസ് ദി എമർജിംഗ് ആന്ത്രപ്രനർ. അതെങ്ങനെ ആവണം അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ T1 തുടങ്ങുന്നത്, ട്രാൻസ്ഫോർമേഷൻ 1. നമ്മൾ ഇന്ന് നമ്മുടെ സ്ഥാപനം ഇനി ടീമിലോട്ട് മാറാൻ പോകുന്നു. അവിടെയാണ് ആദ്യത്തെ കളി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അവിടുന്ന് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറും, അവിടുന്ന് നമ്മൾ ഒരു സിംഫണിസ്റ്റ് ആയിട്ട് മാറും. ഇവിടം വരെ ഒരു 3%-ൽ 2% ഇവിടം വരെ എത്തും. അത് കഴിഞ്ഞിട്ടാണ് 2ാമത്തെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങാൻ പോകുന്നത്, വിച്ച് ഇസ് നോൺ ആസ് ടീം ടു ട്രാൻസ്ഫർ പ്രോഗ്രഷൻ. ഇവിടെയാണ് 2ാമത്തെ സീലിംഗ് വരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് മാത്രം 1% ആൾക്കാരാണ് മുകളിലോട്ട് പോകുന്നത്. ആദ്യത്തെ സീലിംഗ്, ഇവിടെയുള്ള സീലിംഗ് താഴെയാണ് 97% ഓഫ് ദ ആന്ത്രപ്രനർ പോപ്പുലേഷൻ.
ഇവിടെ 3% വരും, ഇവിടുന്ന് 2% ഇവിടെ സക്സസ്ഫുൾ ആവുന്നു. അത് കഴിഞ്ഞിട്ട് 1% ആണ് ഈ സീലിംഗിനെ ബ്രേക്ക് ചെയ്യുന്നത്. അവിടെയാണ് യൂസുഫ് അലി കളിക്കുന്നത്. And he becomes a visionary and he has done the T3 progression to transformation. He becomes the icon. ഇവിടെയാണ് നാരായൺ മൂർത്തി എത്തിയിരിക്കുന്നത്. നിങ്ങളെയും എത്തിക്കാനുള്ള ശ്രമമാണ് ഇൻഡോ ട്രാൻസ് വേൾഡ് ചേംബർ ഓഫ് കോമേഴ്സ്. 8-ാം തീയതി 9-ാം തീയതി ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഇപ്പം തന്നെ എൻറോൾ ചെയ്യണം, പങ്കെടുക്കണം. And therefore when you do that, T1, T2, T3 ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നു. നിങ്ങളൊരു ഓട്ടോ ട്രാൻസ്ഫോർമിംഗ് എക്സ്പോണൻഷ്യൽ കമ്പനി ആയിട്ട് മാറുന്നു. നിങ്ങളൊരു ഓട്ടോ ട്രാൻസ്ഫോർമിംഗ് കമ്പനി ആയിട്ട് മാറുന്നു. ഇതിന്റെ തുടക്കമാണ് നമ്മൾ വെക്കാൻ പോകുന്ന 8-ാം തീയതി 9-ാം തീയതി 2 ദിവസത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അവിടെ നിന്നാണ് കളി നമ്മൾ തുടങ്ങാൻ പോകുന്ന. ഒരു മലബാർ ഗോൾഡോ ഒരു ഏഷ്യൻ പെയിന്റ്സോ ആവാനുള്ള ശ്രമം അവിടെയാണ് തുടങ്ങാൻ. ലൈഫ് ഈസ് ഗോയിങ് ടു ബി ബ്യൂട്ടിഫുൾ when you break the ceiling of complexity. I wish you the very best, and I wish everybody in the Indo-Trans World Chamber of Commerce for organizing this beautiful program. My name is Santosh Nair, and I hope to see you very soon. Thank you very much, and good luck, and goodbye, everybody. Thank you, sir. Thank you. Thank you. Thank you very much. As a Chamber of Commerce in the ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെന്ന നിലയ്ക്ക് ഐ എം മിസ്റ്റർ അബ്ദുൽ കരീം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 3000 to 4000 പീപ്പിൾ മലയാളികളായിട്ടുള്ള ഞങ്ങൾക്ക് കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് 13 വർഷമായിട്ട് സ്മാർട്ടിന്റെ സേവനം ഞങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന് മുമ്പായിട്ട് ഞങ്ങളെ സാർ ഉപേക്ഷിച്ച് പോയതാണ്. ഞങ്ങൾക്ക് തിരിച്ചു വേണം. സാറിന്റെ ബഹളവും എന്താ പറയാ സാറിന്റെ കച്ചറയും സാറിന്റെ ദേഷ്യപ്പെടലും ഒക്കെ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പർപ്പസ് തന്നെ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ടുള്ള ഒരു കൂട്ടായ്മ, പലരും കേരളത്തിന്റെ പല ഭാഗത്തുള്ള സക്സസ്ഫുള്ളി നോളേജ് ഷെയറിങ്, അതുപോലെ ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പല എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഗ്രൂപ്പാണ് ഈ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടാക്കി വന്നത്. അത് ആയിത്തീർന്നതാണ്, ഉണ്ടാക്കിയെടുത്തതല്ല. സോ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സാർ ഞങ്ങളുടെ മെന്ററായിട്ട് കൂടെ വരുന്നതിലും ഈ ഇത്തരം ഈ അടുത്ത 7-8-9 ഉള്ള പ്രോഗ്രാം, ജനുവരി 8-9 പ്രോഗ്രാമില് നമുക്ക് വളരെ സക്സസ്ഫുള്ളി നല്ല ഒരു ഇനീസിയേഷനോട് കൂടിയിട്ട് ഈ പറഞ്ഞ 300-ഓളം ആൾക്കാരാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. സാർ അത്രയും പേഴ്സണൽ അറ്റൻഷൻ വരാൻ 300 മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അത് റെസ്ട്രിക്ട് ചെയ്തത്. കാരണം ഞങ്ങൾ ഇന്ന് ഈ വന്ന് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ 300 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് ഇതിലേക്ക് വന്ന് പാർട്ടാവുന്നത്. സോ പലരും ഞങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ഈ കമ്മിങ് ഡേയ്സിൽ ബാക്കിയുള്ള എല്ലാം ഇതൊക്കെ നമ്മൾ കോസ്റ്റിൽ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നേരത്തെ ഞങ്ങളുടെ ഡയറക്ടർ അശോക് സാർ പറഞ്ഞതുപോലെ ഇതില് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ യഥാർത്ഥം നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. നമുക്ക് ഒരു വർഷത്തില് ഈ എനർജി ഞങ്ങൾക്ക് എന്നും വേണം. അത് കൊല്ലങ്ങളോളം നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോ ഈ അവസരത്തിൽ ഇന്ന് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏകദേശം 10-600-ൽ കൂടുതൽ ആൾക്കാർ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് ബാക്ക് സ്റ്റേജിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ, അതുപോലെ ഇതിന്റെ ക്രിയേറ്റീവ്സ്, ഇങ്ങനെ ഇതിന് എല്ലാവരും വളരെ സജീവമായിട്ട് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് നിർത്താൻ ഒരു നല്ലൊരു ടീം ഡെവലപ്പ് ആയിട്ടുണ്ട്. താങ്ക് യു സാർ, അതിന് വളരെ നല്ല എനർജി തന്നതിനും ഇന്നത്തെ സായാഹ്നം ഒരുപാട് ഇന്ന് പോയാൽ ഉറങ്ങാൻ പറ്റില്ല. ഇന്ന് ഞങ്ങൾ കൂടെ കുറച്ചു പേര് ഇരുന്നിട്ടാണ് ഒരുമിച്ച് പ്രോഗ്രാം കാണുന്നത്. സാർ പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയതുമില്ല. എന്തായാലും തുടർന്ന് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ തന്നെ സാർ ഞങ്ങള് മുന്നോട്ട് നയിക്കണം. ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ആസ് എ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന നിലയ്ക്ക് എനിക്ക് സംസാരിക്കാനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായി പോയിട്ടുണ്ട്.
അത്രയധികം എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. കാരണം സാറ് ജസ്റ്റ് ഒരു 7 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഒരു സെഷൻ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഈ അവസാനം. ആക്ച്വലി ഞാൻ സാറിന്റെ പ്രോഗ്രാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ കരിമ്പായി പറഞ്ഞു ഒരുപാട് അറിയാം സാറിനെ പറ്റിയിട്ട്. സാർ അത്രയും രസകരമായിട്ട് അത് ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുന്ന പറയുമ്പോൾ ഇന്ന് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റി കറക്റ്റ് ആയിട്ട്. എന്തായാലും സാറോടൊപ്പം 2 ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്ന് പറയാൻ ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിപ്പോ ആക്ച്വലി ഈ വർഷം അവസാനിക്കാൻ പോവാണ്. ഇനി ഒരു 3-4 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ വർഷത്തിലും അവസാന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കും, അയ്യോ ഈ വർഷം കൈവിട്ടു പോയി, ഈ അടുത്ത വർഷം ഒന്ന് പിടിക്കാം, അടുത്ത വർഷമെങ്കിലും പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്നാൽ അതിന് പറ്റിയൊരു അവസരമാണ്. ഇനിയുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഇതുവരെ പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആലോചിച്ചുള്ള, ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ദ ബെസ്റ്റ് കോൺഫിഡന്റ് ഗുരുവിൽ നിന്ന് തന്നെ നമുക്ക് 2 ദിവസം ഒരുമിച്ചിരുന്ന് താമസിച്ച് അറിഞ്ഞ് പഠിച്ച് ഒരു വർഷത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽ, അതായത് 18,000 ആണ് ഒരു ദിവസത്തേക്ക് അവിടുത്തെ സ്റ്റേ തന്നെ പറയുന്നത്. മാത്രമല്ല 2,400 പ്ലസ് ടാക്സ് ആണ് ഒരു നേരത്തെ ഫുഡ് എന്ന് പറയുന്നത്. 4 നേരത്തെ ഫുഡും ഒരു ദിവസം 2 ദിവസം ഒരുമിച്ച് കൂടുന്ന എല്ലാം അടക്കമാണ് ആക്ച്വലി 30,000 എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ആളുകളുടെ ക്വാളിറ്റി. നേരത്തെ സാറ് പറഞ്ഞ ഒരു അമ്മാവന്റെ മോന്റെ കഥ പറഞ്ഞു. ഇനിയും നമ്മൾ ഈ അമ്മാവന്റെ മക്കളെ കൂടെ മാത്രം ജീവിച്ചാൽ പോരാ. ആക്ച്വലി സക്സസ്ഫുൾ ആവാൻ പോകുന്ന എമർജിങ് ആവുന്ന ആളുകളൊക്കെ നമ്മളെ കൂടെയും വേണം. അതിനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഈ കിട്ടാൻ പോകുന്നത്. കാരണം ഇൻഡോ ട്രാൻസ്വേൾഡ് ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രെയിനിങ് നടത്താൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ അല്ല, മറിച്ച് അത് ഇനി ഗ്ലോബലായിട്ട് വളർത്താൻ കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് കിട്ടാവുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇത്രയും നല്ലൊരു കോൺഫിഡന്റ് ഗുരു നമ്മുടെ കൂടെയുണ്ട്. സാറ് പറയുകയും ചെയ്തു ഇനിയും നമ്മോടൊപ്പം എപ്പോഴും സാർ ഉണ്ടാവുന്നു. പിന്നെ പോരാ, പിന്നെ നമുക്ക് എന്തിനാ കൂടാം. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാം. ഇത്രയും എനിക്കും പറയാനുള്ളൂ. എല്ലാവരും കൂടി കൂടുക, നമുക്ക് എല്ലാവർക്കും 2 ദിവസം അടിച്ചു പൊളിക്കാം. താങ്ക് യു വെരി മച്ച്.